വെൽക്കം ഓൾ. എല്ലാവർക്കും സ്വാഗതം. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് ചേർന്നിരുന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം പ്രിൻസിപ്പിൾസ് സെന്റേഡ് ലൈഫ് സ്റ്റൈൽ എന്ന വിഷയം 4ാമത്തെ ആഴ്ചയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ 4 ആഴ്ചകളിലും സുജിത്ത് വളരെ കാര്യഗൗരവമായ രീതിയിൽ എന്താണ് പ്രിൻസിപ്പിൾസ് എന്നും എന്താണ് ലൈഫിൽ അതിൻ്റെ പ്രത്യേകതകളെന്നും വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു തന്നു. പലപ്പോഴും പ്രിൻസിപ്പിൾസും വാല്യൂസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ കൂടുതൽ അർത്ഥവത്തോടു കൂടി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഈ പഠനത്തിന്റെ ഒരു സാരാംശം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുജിത്തിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സുജിത്ത്, യു ആർ വെൽക്കം. ഗുഡ് ഈവനിങ് സർ. ഞാൻ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാണ് സാറേ. Good evening. I would like to share with you one specific subject, how to lead your life in truly effective way. നമ്മുടെ ജീവിതത്തിന് വളരെ ഒരു മാർഗത്തിലുള്ള ജീവിതമാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുന്നത്. There is no real excellence in all in this world which can be separated from the right living, according to David R. Jordan. Whether young or old, rich or poor, men or women like 2 roads in their life. One road is broad and well-traveled road. That's mediocrity. Other one is greatness. എല്ലാവർക്കും മുമ്പിലും 2 വഴികളുണ്ട്. പ്രായഭേദമില്ലാതെ, ലിംഗഭേദമില്ലാതെ, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ ആ 2 വഴികളിൽ ഒന്ന് മഹത്വത്തിലേക്കുള്ള പാതയും രണ്ടാമത്തേത് സാമാന്യത്വത്തിലേക്കുള്ള പാതയുമാണ്. ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നതും നമ്മൾക്ക് പോകേണ്ടതും ആ 1ാമത്തെ പാതയിലൂടെയാണ്, ആ മഹത്വത്തിലേക്കുള്ള പാതയിലൂടെയാണ്. ആ പാതയിലൂടെ എത്തുന്ന സമയത്ത് നമുക്ക് മഹത്തായ ഒരു വേറെ രീതിയിലായിരിക്കും നമ്മൾ ലോകത്തെ നോക്കിക്കാണുന്നത്. അത് സെൽഫ് റിയലൈസേഷനിൽ നിന്നും സെൽഫ് ആക്ച്വലൈസേഷനിലേക്കുള്ള ഒരു പാതയാണ്. അതിനെ ഞാൻ വിളിക്കുന്നത് പ്രിൻസിപ്പിൾ സെന്റേഡ് ലൈഫ് സ്റ്റൈൽ എന്നാണ്. 3 levels of maturity continuum. First level is dependence, independent and interdependency. അതായത് ഡിപ്പെൻഡൻസിയിൽ നിന്നും നമ്മൾ കുട്ടിയായി ജനിക്കുമ്പോഴേ നമ്മൾ മറ്റു ജന്തു ജീവജാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾക്ക് ഒരു പരിചരണം ആവശ്യമാണ്. അത് വർഷങ്ങളോളം വേണ്ടി വരും. അതിനുശേഷം നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുന്നു. സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, വൈകാരിക തലത്തില്, മാനസിക തലത്തില്, അതേപോലെ തന്നെ സ്പിരിച്വൽ ലെവലിലും നമ്മൾ ഇൻഡിപെൻഡന്റ് ആവേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ ഗ്രേസിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇൻഡിപെൻഡന്റ് ആവാം എന്നുള്ള 3 ബേസിക് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ വിഷൻ, പേഴ്സണൽ ലീഡർഷിപ്പ്, പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. ഇതാണ് പേഴ്സണൽ മാസ്റ്ററി ഓഫ് സക്സസ്. അതിനുശേഷം വരുന്നതാണ് principles of interpersonal leadership, principles of creative cooperation, principles of empathication, and principles of balanced self-renewal. Then ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൽ ആദ്യത്തെ 2 സ്റ്റെപ്പുകളാണ്. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി മനുഷ്യന് പ്രത്യേകമായുള്ള ചില സവിശേഷതകളെ കുറിച്ച്. There are so many gifts still unopened from your birthday. There are so many handcrafts. Not mind repeating everything also yours. There are so many gifts still unopened from your birthday, my dear. ദൈവം തന്റെ കരം കൊണ്ട് നിർമ്മിച്ച ആ ഒരു വസ്തു, ആ ഒരു കഴിവുകൾ നമ്മളിൽ കൂടി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ കഴിവുകൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ ഗ്രേറ്റ്നെസ്സിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഡിപ്പെൻഡൻസിയിൽ നിന്ന് ഇൻഡിപെൻഡൻസിയിലേക്ക് പോകാനും അതിനുശേഷം ഇന്റർഡിപെൻഡൻസിയിലേക്ക് പോകാനും ഗ്രേറ്റ്സിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം. അതിൽ 1ാമത്തെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളതാണ്. നമ്പർ 2, പ്രിൻസിപ്പിൾസ് ഓർ നാച്ചുറൽ ലോസ്. നമ്പർ 3, 4 ഇന്റലിജൻസ് ഓർ 4 കപ്പാസിറ്റീസ്: ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ. കുറച്ചും കൂടി പറഞ്ഞാൽ ഫിസിക്കൽ, ഇമോഷണൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ. ആദ്യം ശാരീരികം, വൈകാരികം, ആധ്യാത്മികം
എന്ന് പറയുന്ന തലമാണ്. വിചാരബന്ധു സാറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത സമയത്ത് ആധ്യാത്മിക തലത്തെക്കുറിച്ച് ഒരുപാട് ഇൻസൈറ്റ്സ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഇതില് നമ്മള് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഫ്രീഡം ആൻഡ് പവർ ടു ചൂസിലെ 4 ഇന്റർസെക്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഈ 3 പ്രിൻസിപ്പിൾസും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞ സെൽഫ് അവയർനെസ്സിൽ വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സൺ. അതേപോലെ തന്നെ ഇമാജിനേഷൻ, നമ്മളുടെ ഭാവനാശക്തിയിൽ വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ ലീഡർഷിപ്പ്. മൂന്നാമത് വരുന്നതാണ്, അതായത് ഇതിന്റെ ഈ രണ്ട് പ്രിൻസിപ്പിൾസിന്റെയും ആക്ച്വൽ ക്രിയേഷൻസ്, അതിന്റെ ഫ്രൂട്ട് ആണ് മൂന്നാമത് വരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞു പോയ ആ ക്ലാസ്സുകളിൽ ഞാൻ ഇതിന്റെ തുടർച്ച തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യമായി ഞാൻ പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ വിഷൻ ആണ്. നമ്മുടെ നോക്കുക എന്ന് പറയും. അതായത് നമ്മുടെ ജന്മം, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, വിചാരബന്ധു സാർ പറഞ്ഞത് നിന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ വരുന്ന സമയത്ത് ക്ലിയർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മലമായ എന്ന് പറഞ്ഞാൽ ലോകവും നമ്മളെല്ലാം ഒന്നാണ്. അതിനുശേഷമാണ് നമ്മൾ പിന്നീട് എന്റേതിലേക്കും ഞാനിലേക്കൊക്കെ പോയി നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ആരാണ് എന്നതാണ്. ഹൂ ആം ഐ? എന്റെ ചിന്ത, എന്റെ വാക്ക്, എന്റെ പ്രവൃത്തി, ഞാനെന്ന് പറയുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാന് ഈ ലോകത്തിന്റെ ഒരു പാട്ടാണ് എന്നും ഒരു പ്രാപഞ്ചികമായ ശക്തി എനിക്കുണ്ട് എന്നും. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ വാല്യൂസും പ്രിൻസിപ്പിൾസും വ്യത്യാസം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഒന്നുകൂടി എന്ന് പറഞ്ഞാൽ വസ്തു, അതായത് യഥാർത്ഥത്തിൽ ഉള്ളത് എന്താണോ ആ ഒരു വസ്തുവിനെയാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നാച്ചുറൽ ലോസ് എന്ന് പറയും. നാച്ചുറൽ ലോസ് ഒരുപാട് ലോസ് ഉണ്ട്. ലോ ഓഫ് ഹാർവെസ്റ്റ് ഉണ്ട്, കൃഷിയിടത്തിലെ നിയമമുണ്ട്. നമ്മളൊരു ചെടി നട്ട് അത് വളർന്നു വലുതാവുന്ന ഒരു സമയമുണ്ട്. അത് ലോ ഓഫ് ഹാർവെസ്റ്റ്, ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്, നമുക്ക് ഒരു ആകർഷണ നിയമം നിലവിലുണ്ട്. അതുപോലെ തന്നെ ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് ലോസ് ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ലോസ് ഉണ്ട്. അതായത് നമ്മൾ 10 നിലയുള്ള കെട്ടിടത്തിന് താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോകുന്നത് ലോ ഓഫ് ഗ്രാവിറ്റി കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്, നമ്മൾ റിയലൈസേഷനിൽ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സിലൂടെ തന്നെ കടന്നു പോകണം. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ സെൽഫ് അവയർനെസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഒരു കോട്ടോട് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. I remember one famous quote. My favorite American writer, Henry David Thoreau, says, "The most optimistic thing, the most encouraging things in our life, I know of no more encouraging fact, the unquestionability of man. Man means human. You or me can elevate, can rise our life conscious endeavor. I know of no more encouraging fact, the unquestionability of man. Man means human. You or me can elevate, can rise our life conscious endeavor. Endeavor means എഫോർട്ട്. ബോധപൂർവമായ പരിശ്രമം കൊണ്ട് മനുഷ്യരെ ഉദ്ധരിക്കാൻ മനുഷ്യനുള്ളതിനേക്കാൾ പ്രോത്സാഹജനകമായ കഴിവിനേക്കാൾ കൂടുതലായി എനിക്ക് അറിഞ്ഞു എന്നാണ് ഹെൻറി ഡേവിഡ് തോറോ പറഞ്ഞത്. ബോധപൂർവമായ പരിശ്രമം എന്ന് പറഞ്ഞാൽ പറയുന്നത്, ഏത് നിമിഷമാണോ നമ്മൾ തിരിച്ചറിയുന്നത് ആ നിമിഷം നമ്മൾ ബോധപൂർവം പരിശ്രമിക്കേണ്ടി വരും, എന്നാലേ ആ ബോധം സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സെൽഫ് റിയലൈസേഷൻ ആവാം. സെൽഫ് റിയലൈസേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സെൽഫ് റിയലൈസേഷന് ശേഷമാണ് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഏത് പ്രായത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു, അതിനുശേഷം നമ്മൾ കണ്ണുകൾ അടയ്ക്കുക, അതിനുശേഷം നമ്മൾ ശാന്തമായി നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക. ദെൻ നമ്മളെ കാണാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ തേർഡ് ഐ ഉപയോഗിക്കുന്നു, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഉയർത്തി മേലെ കൊണ്ട് നിർത്തി, അതായത് നമ്മൾ വേറൊരു വ്യൂ പോയിന്റിൽ നമ്മളെ കാണാൻ ശ്രമിക്കുന്ന സമയത്ത് സാധിക്കും. നമ്മുടെ റൂമിലുള്ള മറ്റു വസ്തുക്കളെല്ലാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സ്, വാട്ട്സ് യുവർ ഫീലിംഗ്, ആ സമയത്ത് നമ്മുടെ ഇമോഷൻസ് എന്താണ്, നമ്മൾ സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ, വാട്ട്സ് യുവർ മൂഡ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിന്തിക്കുന്നത്, അത് നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാവുന്ന ഒരു പ്രാക്ടീസ് ആണ്. തോട്ട്സ് എന്താണ്, നമ്മൾ എന്താണ് ഈ പ്രസന്റ് മൂമെന്റിൽ. ടുമോറോ ഈസ് മിസ്റ്ററി, യെസ്റ്റർഡേ ഹിസ്റ്ററി, ടുഡേ ഈസ് ഗിഫ്റ്റ്. ഈ നിമിഷം നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ ഇടയ്ക്ക് റിയലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ചിന്തകൾ, ഇതൊന്നുമല്ല, നമ്മൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അപരിമേയമായ ശക്തിയാണ് നാം എന്ന് നാം
ഈ ലോകത്തില് സൗരയൂഥത്തിനപ്പുറം ഗാലക്സിയിലും വലിയ പ്രപഞ്ചത്തിന്റെ വളരെ ചെറിയ മനുഷ്യനാണ്. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കിയാൽ, മറ്റു മൃഗങ്ങളിലൊക്കെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കായിക ശേഷിയിലും ഒക്കെ നമുക്ക് കുറവുണ്ടെങ്കിൽ പോലും നമ്മളെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കാര്യമാണ്, നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. സെൽഫ് അവയർനെസ്, നമ്മൾ ആര് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നതെന്ന്, അതായത് നമുക്കൊരു ആക്സിഡന്റിനെ കുറിച്ചൊരു അറിവ് കേട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കും. ഫിസിക്കലിയൊക്കെ ഞാൻ പണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച എന്റെ ഗുരു പറയുമായിരുന്നു, അതായത് നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നേടണമെങ്കിൽ അതിന് സമയത്ത് ഞങ്ങൾ അനലൈസ് ചെയ്തിട്ട് നേടുമായിരുന്നു. അതായത് ഗാരി കാസ്പ്രോവിന്റെയും വിശ്വനാഥാനന്ദിന്റെ ഒക്കെ ഗെയിം, അതിനെ ഞങ്ങൾ അനലൈസ് ചെയ്യും. എന്നിട്ട് ഒന്നിലധികം ആളുകളോട് കളിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് ഓരോ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് ആണ്. പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് ആദ്യം നമ്മളുടെ ആ സിറ്റുവേഷൻ നോക്കും, അവിടുത്തെ വീക്ക്നെസ് നോക്കും, ഏത് സൈഡിലാണ് മൂവ് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ പ്രോബ്ലം സൊല്യൂഷൻ ആണ്. അതായത് ആ നിമിഷം നമ്മൾ ചിന്തിക്കും. അത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേക അവയർനെസ്. അതിനുശേഷം നമ്മൾ മുമ്പിൽ വരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ഈ സിദ്ധിവിശേഷങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതാണ് ഫ്രീഡം ആൻഡ് പവർ ടു ചൂസിലെ 4 ഇന്റർസെക്ടർ ആണ്. നമ്പർ 1 സെൽഫ് അവയർനെസ്, പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ വിഷൻ. നമ്പർ 2 ഇമാജിനേഷൻ, പേഴ്സണൽ ലീഡർഷിപ്പ്. നമ്പർ 3 ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. പറയുന്നത് നമ്മളുടെ ശക്തിയെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവർ എഴുതിയ തിരക്കഥയ്ക്കനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതിന് പകരം നമ്മൾ നമ്മളുടെ തിരക്കഥ രചിക്കാൻ തുടങ്ങുകയാണ്, പ്രിൻസിപ്പിൾ സെന്റേഡ് ആയി. നമ്പർ 2 സ്ഥാനം കാണുക. കാരണം നമ്മൾ ഇന്നത്തെ ഗോളുകളൊന്നും അല്ല, അതായത് ഒരാഴ്ച വരെ നമ്മൾ ജീവിച്ചിരിക്കുകയുള്ളൂ എങ്കിൽ, ഒരു മാസം വരെ ജീവിച്ചിരിക്കുകയുള്ളൂ എങ്കിൽ പ്രയോറിറ്റി എന്താണെന്ന് നിശ്ചയിച്ചിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. മൂന്നാമത് വരുന്നത് ഇൻഡിപെൻഡന്റ് വില്ലാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞു പോയ ഇതിലൂടെ പറയാം. ആദ്യത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ വിഷനിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം പ്രോആക്ടിവിറ്റി എന്ന കാര്യം. പ്രോ ആക്ടിവിറ്റി, റിയാക്ടിവിറ്റി ഇസ് എൻ്റർലി ഡിഫറെന്റ്. ആക്ടിവിറ്റി ഈസ് കണ്ടീഷണലി ബേസ്ഡ്. നമ്മൾ കണ്ടീഷൻ ചെയ്ത ബ്രെയിനിൽ നിന്നാണ് റിയാക്ടിവിറ്റി ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം, പല ആളുകൾ റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന ഇമ്പൾസ്, സ്റ്റിമുലിയുടെ റെസ്പോൺസ് വരുന്നത് അവർ ഈ വിശേഷം ഉപയോഗിക്കുന്നില്ല. ആദ്യം നമ്മൾ ഏത് തലത്തിലാണ് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ എതിരെ വരുന്ന ആളുകളുടെ തലം നമുക്ക് അറിയില്ല. അപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇമോഷൻ ആവാൻ പാടില്ല. കാരണം ഇമോഷൻ ആവുന്നതിന് മുമ്പ് ആദ്യം ആരെന്ന് അറിയണം, പിന്നെ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് കോൺസിക്വൻസസ്, നമ്മൾ ഈ കോൺഫ്ലിക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ എൻഡ് റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കോ അവനോ മറ്റൊരാൾക്കോ ഗുണമില്ല. മൂന്നാമത് വരുന്ന ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രമായ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡറേറ്റർ ആണെങ്കിൽ വേണമെങ്കിൽ അവരെ നമുക്ക് താഴേക്ക് വിടാം, നമുക്ക് അതല്ലെങ്കിൽ അവരെ പൂർണ്ണമായും പറയാൻ അനുവദിക്കാം. എംപതിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കാം. അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹം പറഞ്ഞു തീർന്നു കഴിയുമ്പം ശാന്തമായിക്കൊള്ളും. പക്ഷെ നമ്മളുടെ സ്വഭാവത്തിൽ, നമ്മളുടെ ഭാവത്തിൽ യാതൊരുവിധ മാറ്റവും വരാൻ പാടില്ല. ഇതിലെല്ലാം ഉപരിയായി നമ്മൾ ഉപയോഗിക്കുന്ന മനസാക്ഷി എന്ന് പറയുന്ന സ്ഥിതിവിശേഷമാണ്. മനസാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഈ ബോധം എന്ന തലത്തിലല്ല പറയുന്നത്, നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റേയാളുടെ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പ്രൊആക്ടിവിറ്റിയുടെ ഒരു ഇത് പറയുന്നത്. അതിൽ നമുക്ക് ഡയറക്റ്റ് കൺട്രോൾ ഉണ്ട്, ഇൻഡയറക്റ്റ് കൺട്രോൾ ഉണ്ട്, നോ കൺട്രോൾ. ഡയറക്റ്റ് കൺട്രോൾ മീൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനെ കുറിച്ച്, അതായത് നമ്മുടെ ഭാര്യയോ മക്കളെയോ മറ്റുള്ളവരെയോ ഒന്നും നമുക്ക് പറ്റുള്ളൂ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ആയിട്ട്, കൊറോണയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൊറോണയെ കുറിച്ച് വറീഡ് ആയി കഴിഞ്ഞാൽ കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രിയെ നമുക്ക് കൺട്രോൾ ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ പറ്റില്ല. നമുക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പറ്റില്ല. കാരണം അത് നമ്മളുടെ പരിധിക്ക് പുറത്താണ്. ഞാനിപ്പം ഒരു രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ സാധിച്ചേക്കാം. പക്ഷെ സാധാരണ ഈ ഞാൻ എന്ന് പറയുന്ന ഈ നാമധാരിക്ക് സാധിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന മേഖലയിൽ മാത്രം ശ്രദ്ധിക്കുക. സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്, മഹാത്മജി ഇതിൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത കാര്യമാണ്. അവർ കുറച്ച് ചർക്ക കൊണ്ടുവരൂ, ഞാൻ നൂല് നിൽക്കാം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രം ചെയ്തുകൊണ്ട്, അതായത് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചും വറി ചെയ്യാതെ അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ ബിഹേവിയർ, അദ്ദേഹത്തിന്റെ തോട്ട്സ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
പ്രാക്ടീസ് ചെയ്യേണ്ടത് പ്രൊആക്ടിവിറ്റി പ്രാക്ടീസ് ആണ്. അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു ലിസൺ അവർ ഓൺ ലാംഗ്വേജ്, നമ്മുടെ ലാംഗ്വേജ് ശ്രദ്ധിക്കുക. ലിസൺ അവർ വോയിസ്, നമ്മൾ പുറത്തു വരുന്നത്, നമ്മുടെ ചിന്തകളാണ് വാക്കുകളായി പുറത്തു വരുന്നത്. അതായത് നമ്മുടെ തോട്ട്സിൽ നിന്നാണ് വേർഡ്സ് വരുന്നത്, വേർഡ്സിൽ നിന്നാണ് ആക്ഷൻ, അതിനുശേഷം ബിഹേവ്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. നമുക്ക് നമ്മുടെ തോട്ട്സിന്റെ എന്താണ് നമ്മുടെ ചിന്ത, നമ്മുടെ വേർഡ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ, നമ്മുടെ വാക്കുകളെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ അത് നമുക്ക് സാധിക്കുന്നതാണ്. കാരണം ഇതെല്ലാം ഒരു ചക്രമാണ്, ഇങ്ങനെ ചക്രമായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ അതിൽ തന്നെ കുറച്ചുകൂടി ഡെപ്തിൽ വന്ന നമ്മുടെ ചിന്ത എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ചാൽ പാരറ്റിക് അഥവാ പാരഡൈംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു. അതായത് ഈ പാരഡൈംസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ഈ സത് വസ്തു, അതായത് സത്യമായത് എന്തോ അതിനെ തേടിക്കൊണ്ട് അതിനെ തന്നെയായിരിക്കും സെൻട്രലൈസ് ചെയ്യേണ്ടത്. പ്രകൃതി നിയമങ്ങളെ നമുക്ക് ബഹുമാനിക്കാം. നാച്ചുറൽ ലോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിൻസിപ്പിൾസ്, സത്യസന്ധത, ദീനാനുകമ്പ, ധൈര്യം, നീതി, നിരന്തര പരിശ്രമം, അതേപോലെ തന്നെ ഇന്റഗ്രിറ്റി, ആർജവം, ഇതൊക്കെ തന്നെ പ്രിൻസിപ്പിൾസ് ആണ്. ഇതെല്ലാം എല്ലാ മതഗ്രന്ഥങ്ങളിലും എഴുതിയ പ്രിൻസിപ്പിൾസ് തന്നെയാണ്. ഇതിനെ നമുക്ക് സെന്റർ ആയിട്ട് കൊണ്ടുവരാം. മഹാത്മജിയൊക്കെ ചെയ്തതുപോലെ അദ്ദേഹം ഇന്റഗ്രിറ്റി എങ്ങനെയാണ് കീപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൗണ്ട് ബാറ്റൻ പ്രഭു വന്ന് ഇന്ത്യയെ കീറിമുറിക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത്, വേദനാജനകമായ അവസ്ഥയിലും അദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് അന്ന് വ്രതമാണ്. ആ വ്രതം അതാണ് നമ്മൾ പറയാൻ പോകുന്ന സബ്ജക്റ്റിൽ വരുന്ന ഡിസിപ്ലിൻ. ആ ഒരു പാർട്ടിൽ വരുന്നതുകൊണ്ട് അദ്ദേഹം ഇന്റഗ്രിറ്റി, തനിക്ക് തന്നെ തന്നോട് തോന്നുന്ന സുജിത ബ്രേക്ക് വരുന്നുണ്ടല്ലോ. സുജിത കേൾക്കുന്നുണ്ടോ? ഇപ്പൊ അങ്ങോട്ട് കേൾക്കുന്നുണ്ട് സാറേ? കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ട് ചില വാക്കുകൾ. ഞാൻ പൊസിഷൻ ഒന്ന് മാറിയിരുന്നു വേണമെങ്കിൽ. വീഡിയോ കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ട് സാറേ? ഇപ്പൊ ഇപ്പോഴും ഉണ്ട്, ഇടയ്ക്ക് ഉണ്ടല്ലേ? ഓക്കെ, ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നല്ലേ? പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്റഗ്രിറ്റിയെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് അതിനിടയ്ക്ക് കട്ടായി പോയി. ഇന്റഗ്രിറ്റിയെ കുറിച്ച് പറഞ്ഞത് മഹാത്മാഗാന്ധിജിയുടെ ഒരു ഇൻസിഡന്റ് ആണ്. മഹാത്മാഗാന്ധിജിയുടെ സമയത്താണല്ലോ ഈ ഇന്ത്യ വിഭജിക്കുന്നത്. ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് മൗണ്ട് ബാറ്റൻ പ്രഭു ആ വിഭജനത്തിന്റെ സാധ്യതകൾ, ഇന്ത്യ വിഭജിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു മഹാത്മാഗാന്ധി. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസം വ്രതമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദിവസമാണ് മൗണ്ട് ബാറ്റൻ പ്രഭു ഇങ്ങനെ വിഭജിക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് മഹാത്മാഗാന്ധിയോട് സംസാരിക്കുന്നത്. അപ്പൊ ഇന്റഗ്രിറ്റി ഉള്ള, അല്ലെങ്കിൽ ആ ബേസിക് ക്യാരക്ടറിനോടുള്ള ഇന്റഗ്രിറ്റി ഉള്ള, അല്ലെങ്കിൽ അദ്ദേഹം അനുഷ്ഠിക്കുന്ന ആ കർമ്മത്തോടുള്ള ഇന്റൻസിറ്റി ഉള്ളത് കൊണ്ട്, ആർജവം ഉള്ളത് കൊണ്ട് അദ്ദേഹം ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ല. മൗനവ്രതമായിരിക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ തയ്യാറായില്ല. അന്ന് അവർ ആ ഡിസിഷൻ എടുക്കുകയും അത് വിഭജിക്കാനുള്ള തീരുമാനമായി മാറ്റുകയും ചെയ്തു. അപ്പൊ ഇന്റഗ്രിറ്റി യെസ്, കേൾക്കാമോ സാറേ? ഓക്കെ സാറേ, ഇന്റഗ്രിറ്റിയെ കുറിച്ച് സാർ പറഞ്ഞത് തന്നെയാണ്. ഇന്റഗ്രിറ്റി ആർജവം എന്ന് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രിൻസിപ്പിൾസിന്റെയും മാതാവ് എന്നറിയപ്പെടുന്ന വിനയമാണ്. പക്ഷെ ഈ വിനയത്തിനും ആർജവമാണ് ബേസിക് നമ്മളുടെ പേഴ്സണൽ മാസ്റ്ററി ഓഫ് സക്സസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രിൻസിപ്പിളാണ് ആർജവം എന്ന് പറയുന്നത്. ഈ ആർജവത്തിൽ നിന്നാണ്, അതായത് തനിക്ക് തന്നെ തന്നോട് തോന്നുന്ന വിശ്വാസ്യതയാണ് ആർജവം പറയുന്നത്. ഈ ബാറ്റിൽ ഓഫ് ദി ബെഡ് എന്നൊക്കെ പറഞ്ഞ് ഈ 5 AM
രാവിലെ എഴുന്നേൽക്കാൻ 5 മണിക്ക് ഞാൻ എഴുന്നേക്കും എന്ന് ഞാൻ തീരുമാനിച്ച് ഞാൻ കിടന്നു കഴിഞ്ഞാൽ രാവിലെ 5 മണി ആകുമ്പോഴേക്കും ഞാൻ ആ ടൈം പീസ് അടിക്കുമ്പോൾ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞ് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ചിലപ്പം രാവിലെ ഓടാൻ വേണ്ടി കുറച്ച് പേരുടെ കൂടെ പോകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അതിന് എഴുന്നേറ്റ് അവരോട് പറയുന്നു ഞാൻ വേറെ എന്തെങ്കിലും കാരണം തിരക്കിലായിരുന്നു എന്ന് ഞാൻ എനിക്ക് സംഭവിക്കുന്നത് എന്നോട് തോന്നുന്ന എന്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. എനിക്ക് എന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥ വരികയാണ്. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റില്ലല്ലോ. ആർജവത്തിൽ നിന്ന് മാത്രമേ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കോൺഫിഡൻസ് മീൻസ് അല്ലാതെ ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് എക്സ്റ്റേണൽ ആണ്. അത് നമ്മൾ ആക്ട് ചെയ്യുന്നത്, അത് പേഴ്സണാലിറ്റിയിൽ വരുന്നതാണ്, ക്യാരക്ടറിലല്ല. ഈ ക്യാരക്ടർ എത്തിക്സ് ആൻഡ് പേഴ്സണാലിറ്റി എത്തിക്സ് എൻ്റയർലി ഡിഫറെന്റ്. ക്യാരക്ടർ എത്തിക്സ് എന്ന് പറയുന്നത് പണ്ട് 2ാം ലോക മഹായുദ്ധത്തിനൊക്കെ മുമ്പ് വരെ വിജയത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെ കണക്കാക്കിയിരുന്ന ക്യാരക്ടറിനെയാണ്. കാരണം ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളാണ്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് ആക്ട് ചെയ്യുന്നതാണ്. നമ്മൾ റിയലി എന്താണെന്നുള്ളതും നമ്മൾ ആക്ട് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. ഈ ആക്ട് ചെയ്യുന്നതിനെ പേഴ്സണാലിറ്റിയും റിയൽ ആയിട്ടുള്ളതിനെ ക്യാരക്ടർ എന്ന് പറയും. ഈ ബിഗ് ബോസ് ഒരു 100 ദിവസത്തോളം അവർ ഇരിക്കുന്ന സമയത്ത് അവർ ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന പേഴ്സണാലിറ്റിയാണ്, അവർ പെർസോണയാണ്, മുഖംമൂടി, നിന്റെ മുഖംമൂടി വലിച്ചീരുന്നൊക്കെ അവർ പരസ്പരം പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിലുള്ള അവര് എപ്പോഴെങ്കിലും പുറത്തു വരും. അതാണ് റിയൽ ക്യാരക്ടർ. നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഈ ക്യാരക്ടറിനെയാണ്. ഈ കൊണ്ടുവരുന്നു, അതിൽ നിന്നും അത് നമ്മൾ ബോധപൂർവ്വം നമ്മുടെ പാരഡൈം ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന സോഫ്റ്റ്വെയറുകൾ നമ്മൾ മാറ്റി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ പാരന്റൽ, അതുപോലെ സൈക്കിക് ആൻഡ് എൻവയോൺമെന്റൽ ആൻഡ് ജനറ്റിക്കൽ എന്നൊക്കെ പറയുന്ന ഘടകങ്ങളെ മനുഷ്യൻ എന്ന് പറയുന്ന നമ്മുടെ സിദ്ധിവിശേഷം ഉപയോഗിച്ചുകൊണ്ട് സെൽഫ് അവയർനെസ്സിലൂടെ നമ്മൾ എത്തിയിട്ട് നമ്മുടെ ആ ഒരു പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കാലക്രമേണ സംഭവിക്കുന്നുണ്ട്, പൊടുന്നവനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പാരഡൈം ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ തോട്ട്സ് കൊണ്ടുവരികയാണ്. അത് പ്രിൻസിപ്പിൾ സെന്റേഡ് പാരഡൈംസ് ആണ് നമ്മൾ അവിടെ ഫോം ചെയ്യുന്നത്. ബോധപൂർവ്വമാണ് നമ്മൾ ചെയ്യുന്നത്. അത് മനുഷ്യന്റെ കഴിവുകളായിട്ടാണ് പല ആളുകളും പറഞ്ഞിരിക്കുന്നത്. അപ്പോ മൃഗങ്ങൾക്ക് ആ കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ അറിവ് വെച്ച് മനുഷ്യർ മാത്രമേ ഈ കഴിവുള്ളൂ. കാരണം ഈ മനനം ചെയ്യാനുള്ള കഴിവ്, തിരിച്ചറിയാനുള്ള കഴിവ്, മാറാനുള്ള കഴിവ്, ഇതെല്ലാം മനുഷ്യർക്കാണുള്ളത്. പാരഡൈം എന്നുള്ളതിനെ കുറിച്ച് കൂടെ ഒന്ന്. പാരഡൈം മീൻസ് പാരറ്റിക് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പാരഡൈംസ് എന്ന് പറഞ്ഞ വാക്ക് വന്നത്. കൂടുതലും പാരഡൈംസ് എന്ന് പറഞ്ഞ വേർഡ്സ് ഉപയോഗിക്കുന്നത്. പാരഡൈംസിന്റെ മലയാളം വേർഡ് നിദർശനം എന്നാണ് പറയുന്നത്. ദർശനമുണ്ട്, പക്ഷെ നിദർശനം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത, ഈ പാരഡൈംസ് എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോറിൽ എല്ലാം പിക്ചറുകളും ഫീലിങ്സും ആയിട്ടാണ് നമുക്ക് തിരിച്ചറിയുന്നത്. ഇമോഷൻസ് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയുന്ന പിക്ചറുകളായിട്ട് സേവ് ചെയ്യുന്നതിനെയാണ്. ഇപ്പൊ കാർ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് CAR എന്നല്ല വരുന്നത്, കാറിന്റെ പിക്ചറാണ് വരുന്നത്. ഇപ്പൊ ഞാൻ വിചാരബിന്ദു സാർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ സൂമിൽ കാണുന്ന വിചാരബിന്ദു സാറിന്റെ ആയിരിക്കും കണ്ണടച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. അത് സാറിന്റെ പിക്ചറുകളാണ്. അപ്പൊ വിചാരബിന്ദു എന്നുള്ള സ്പെല്ലിംഗ് ഒന്നല്ല വരുന്നത്, പിക്ചറാണ് സേവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ പിക്ചറുകൾ സേവ് ചെയ്യുന്നത് നമ്മുടെ 5 സെൻസിലൂടെ വരുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ശരിക്കും അതിന് നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. നമ്മളുടെ ഫ്രെയിം, നമ്മുടെ പരിമിതമായ അറിവിനുള്ളിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അസംഷൻ, പ്രിസംഷൻ, വാല്യൂ എന്നൊക്കെ പറയുന്ന സംഭവമാണത്. അതല്ലെങ്കിൽ നമുക്കതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മാപ്പായിട്ട് കണക്കാക്കാം. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന പിക്ചറാണ് നമ്മൾ അധികം ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ റിയൽ ആയിട്ടുള്ള ഇന്ത്യ, ഇപ്പൊ വിചാരബിന്ദു സാറ് കണ്ട ഹരിദ്വാറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോണിൽ ആ മാപ്പിൽ കൊണ്ടുപോയിട്ടാണ് ഹരിദ്വാർ കൊണ്ടുവെക്കുന്നത്. കാരണം നമുക്ക് റിയൽ ആയിട്ടുള്ള ഹരിദ്വാർ അറിയില്ല. അതാണ് റിയൽ ആയിട്ടുള്ളത് അവിടെ നിൽക്കുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പ്രിസെപ്ഷൻ, അതിന് വാല്യൂസ് എന്ന് പറയും. ഈ വാല്യൂസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം ക്ലബ് ഹൗസിലൊക്കെ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും, രണ്ടുപേര് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുന്നത് ഇവർ വാല്യൂസ് ആണ് കോൺഫ്ലിക്റ്റ് ആവുന്നത്. കാരണം നമ്മളുടെ ചിന്താഗതി, നമ്മളുടെ തോട്ട്സ്, ഞാൻ അറിഞ്ഞത്, ആ ഒരു ശരി മറ്റേയാളുടെ ശരിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് 5.5 അടി ഹൈറ്റേ ഉള്ളൂ എങ്കിൽ ഒരു 6 അടിക്കാരൻ എന്നെ കാണുന്ന സമയത്ത് അവനേക്കാൾ ഹൈറ്റ് കുറവാണെന്ന് പറയും. 5 അടിക്കാരൻ വേറെ സ്ഥലത്ത് നിന്ന് കണ്ട സമയത്ത് അവനേക്കാൾ ഹൈറ്റ് കൂടുതലാണെന്ന് വരികയും ഇവരിത് സ്ട്രോങ് ആയിട്ട് ബിലീഫ് ചെയ്തിട്ട് ഇവരുടെ തലച്ചോറിൽ വേറെ ഏതൊരു മിറർ ന്യൂറോൺസ് ആയിട്ട് അത് സേവ് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ അതിനുശേഷം എന്ത് സംഭവിക്കുന്നത്, ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവർ രണ്ടുപേരും വന്ന സമയത്ത് എന്നേക്കാൾ പൊക്കം കുറവാണെന്നും ഇവർ പറയുന്നത്, രണ്ടുപേരും പറയുന്നത് ശരിയാണ്. പക്ഷെ അവരുടേതായ പ്രിസെപ്ഷനിൽ യഥാർത്ഥത്തിലുള്ള ശരി എനിക്ക് 5.5 അടി ഹൈറ്റ് ഉള്ളു എന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കാം. അതായത് റിയൽ ആയിട്ടുള്ളത്, ആ സത്വസ്തു ഏതാണോ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ പല രീതിയിൽ പലരും പറയുന്നുണ്ട്. എന്ന് പറയുന്നുണ്ട്, ചില ആൾ പ്രകൃതി ശക്തി എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും ഇവരുടെ എല്ലാം ഉള്ളില് ഒരു അതായത് നന്മ എന്ന് പറയുന്ന സാധനം ഇൻബോൺ ആയി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് ഈ മതങ്ങളെല്ലാം രൂപം കൊണ്ടത്. ഈ മതങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു വഴിയാണ്.
സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മതങ്ങളുടെ ആവശ്യത്തോടു കൂടി നേടേണ്ടതല്ല, നമ്മൾ തന്നെ അറിയേണ്ടത് ആ ഒരു സത്യാന്വേഷണം. മഹാത്മജിയൊക്കെ പറയുന്നത് പോലെ നമ്മൾ ജീവിച്ച് മരിക്കുന്ന എൻഡ് വരെയുള്ള ഒരു പ്രോസസ്സാണത്, ഒരു ആക്ച്വലൈസേഷനിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണത്. വിദ്യാഭ്യാസമില്ലാതെ വിജയം നേടിയ ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കൂളുകളൊക്കെ നിലകൊള്ളുന്നത് ഇവന്റെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ ഇല്ലാത്തത് ഈ നീതിബോധവും യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയാണ് ആയിത്തീരേണ്ടതെന്നും പഠിക്കുന്ന ഇല്ലാത്തതിന്റെ ചെറിയ പോരായ്മയുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസത്തിലേക്ക് അതുണ്ടായിരുന്നു. അവയർനെസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇമാജിനേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ സിദ്ധിവിശേഷം ഉപയോഗിച്ച് നമ്മൾ കണ്ടത്, നമ്മൾ മരിക്കുകയാണ്, നമ്മളുടെ എൻഡ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളുടെ പ്രയോറിറ്റൈസ് നിശ്ചയിക്കുന്നു. മഹാനായ മനഃശാസ്ത്രജ്ഞൻ എബ്രഹാം മാസ്ലോവും അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യത്തിൽ തന്റെ പിൻഗാമികൾക്ക് വേണ്ടി എന്താണ് അവശേഷിപ്പിച്ചത് എന്നാണ് ചിന്തിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ അതാണ് വന്നത്. അത് നമ്മളൊക്കെ ഒരു എൻഡ് കാണുന്ന സമയത്ത് നമ്മുടെ ഓഫീസിലോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പ്പെട്ടവർക്ക് വേണ്ടി, ഇല്ലെങ്കിൽ നമ്മൾ അടങ്ങുന്ന സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്താണ് അവശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന്. അപ്പൊ നമ്മൾ എൻഡ് കാണുന്ന സമയത്ത് ഇനി അതാണ് ഞാൻ രണ്ടാമത് ഫസ്റ്റ് വരുന്നത് ആക്ച്വൽ ആയിട്ടുള്ള നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം മനസ്സിലാക്കുന്ന സെൽഫ് അവയർനെസ് ആണ്. രണ്ടാമത്തെ സിദ്ധിവിശേഷം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു റോളുണ്ട്. ഒരു മകന്റെ അച്ഛനാണ് ഞാൻ. മകൻ എന്ന് പറയുന്ന റോളുണ്ട്, സഹോദരൻ എന്നൊരു റോളുണ്ട്, പിന്നെ നമ്മുടെ ക്ലബിലൊരു റോളുണ്ട്, പോസിറ്റീവ് കമ്മ്യൂണിലൊരു റോളുണ്ട്, ഇപ്പം സാറിന്റെ വിങ്സ് ഓഫ് ചാരിറ്റിയിലൊരു റോളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ റോളുകളെ നമ്മൾ എഴുതി വെക്കണം. അതിന് നമ്മൾ പ്രോസസ്സാണ്. അത് എഴുതി വെക്കുകയും ആ റോളുകളെ തിരിച്ചറിയുകയും അതിനെ പ്രയോറിറ്റൈസും ചെയ്യുകയാണ്. അത് രണ്ടാമത്തെ ക്രിയേഷൻ. എവറിത്തിങ് ഇൻ ക്രിയേറ്റഡ് ഇൻ മൈൻഡ്സ്, ആക്ച്വൽ ക്രിയേഷൻ, ദെൻ മെന്റൽ ക്രിയേഷൻ വരേണ്ടത്. അതായത് ഞാൻ അന്ന് ഒരു കഥ പറഞ്ഞിരുന്നു. ഒരു വീട് പണിയണോ നമ്മുടെ ബ്ലൂ പ്രിന്റ് അടക്കം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ പിക്ചറൈസ് ചെയ്ത് വീട് പണിയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ഓക്കെ സാർ. അപ്പോ മെന്റൽ ക്രിയേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്മൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന സബ്ജക്ട്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഇതിലൊരു 2 ചോദ്യമുണ്ട്. വാട്ട് വൺ തിങ് കുഡ് യു ഡു ആർ ഡൂയിങ് നൗ? വാട്ട് എ ട്രെമൻഡസ് ഹ്യൂജ് പവർഫുൾ അച്ചീവ്മെന്റ് ഇൻ യുവർ ലൈഫ്, ഇൻ യുവർ പേഴ്സണൽ ലൈഫ്? വാട്ട് വൺ തിങ് കുഡ് യു ഡു huge powerful success in your life? What one thing? Second question, what one thing could you do in your professional life or financial life? One thing could you do are in doing now? What a tremendous positive achievement in your life? What one thing? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് വരെ ഒരു കാര്യം ചെയ്യുന്ന വരികയിൽ നിങ്ങളുടെ ജീവിത മാറ്റങ്ങൾ വരികയെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻഡ് റിസൾട്ട് വലുതായി വരുമെങ്കിൽ ഏതായിരിക്കും ഇന്നത്തെ ദിവസം ചെയ്യാൻ തുടങ്ങുക, ഈ മൂമെന്റിൽ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്താണെന്ന് ഇതിന് നമ്മളൊരു പേപ്പർ എടുത്ത് നമ്മൾ എഴുതി വെക്കേണ്ടതാണ്. ഇതും നമ്മൾ സാവധാനം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ, ഒരു വിമാനമൊക്കെ ചെറിയൊരു ഡയറക്ഷൻ മാറി പോലും അതെത്തുന്ന ഡെസ്റ്റിനേഷൻ മാറും, രാജ്യം തന്നെ മാറും. അതുപോലെ ബീറ്റ് എന്ന ബുക്കിൽ പറയുന്ന പോലെ ടിനി ചേഞ്ചസ് റിമാർക്കബിൾ റിസൾട്ട്സ്. നമ്മൾ ചെറിയ ചേഞ്ചുകളിൽ നമ്മൾ വലിയ റിസൾട്ട്സിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വരികിൽ നമ്മൾ ഏത് കൃത്യമായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഇന്നത്തെ മെയിൻ നമ്മുടെ മെന്റൽ എക്സസൈസ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ദ പവർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇച്ഛാശക്തിയുടെ. ആദ്യമായി നമ്മൾ പറഞ്ഞു നമ്മൾ ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സെൽഫ് അവയർനെസ് ഉപയോഗിച്ചു. നമ്മൾ എവിടെ എത്തണം, നമ്മുടെ എൻഡ് റിസൾട്ട്, നമ്മുടെ ഒരു എൻഡ് എവിടെ എത്തണം എന്ന് വിചാരിക്കേണ്ടത് നമ്മൾ ഇമാജിനേഷൻ ഉപയോഗിച്ചു. ഇനിയുള്ളത് ഇതിന്റെ പേഴ്സണൽ ഫ്രൂട്ട് ആണ്, ഇതിന്റെ ഫുൾഫിൽമെന്റ് ആണ്. അത് നമ്മൾ ആക്ഷൻ ചെയ്യാൻ തുടങ്ങുന്നതാണ്. അത് ഡേ ബൈ ഡേ, മൊമെന്റ് ബൈ മൊമെന്റ്, ഫ്രാക്ഷൻ ഓഫ് ദി സെക്കൻഡ് നമ്മൾ ഡു ചെയ്യുന്ന കാര്യമാണ്. ഇത് പ്രാക്ടിക്കൽ സൈഡാണ്. മറ്റത് ഇമാജിനേഷൻ ആണ്, അതായത് മെന്റൽ ക്രിയേഷൻ ആണ്, ദെൻ ആക്ച്വൽ ക്രിയേഷൻ. അതിനുവേണ്ടി ആദ്യം നമ്മുടെ ഇൻഡിപെൻഡന്റ് വില്ലിന്റെ പവർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹെലൻ കെല്ലറിന്റെ ആത്മകഥയൊക്കെ നമുക്ക് ആ ഒരു പവർ നമുക്ക് മനസ്സിലാക്കി തന്നു, സ്വതന്ത്രമായ ഇച്ഛാശക്തിയുടെ പവർ. അതായത് ഏത് കാര്യത്തിനും നമ്മൾ ഈ പവർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ക്ലബ് ഹൗസിൽ നിന്ന് താഴേക്ക് പോകണമെങ്കിൽ പോലും നമ്മൾ ആ പവർ ഉപയോഗിക്കും. അതുപോലെ നമ്മൾ നോ പറയണമെങ്കിൽ നമ്മൾ പവർ ഉപയോഗിക്കും.
അത് നമ്മളുടെ അതിന് നമുക്ക് അറിയേണ്ടത് എന്താണ് നമ്മുടെ പ്രയോറിറ്റൈസിങ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, അത് മനസ്സിലാക്കണം. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ആൻഡ് പ്രയോറിറ്റി വളരെയധികം വ്യത്യാസമുണ്ട്. ഈ ക്വസ്റ്റനിൽ തന്നെയാണ് നമ്മുടെ ദിവസം പറഞ്ഞു നിർത്തിയ ഒരു കാര്യമാണ് ദ പവർ ഓഫ് ഇൻഡിപെൻഡന്റ് വില്ലിന്റെ പവറിൽ തന്നെയാണ് വരുന്നത്. അതിൽ നമ്മുടെ ടൈം മാനേജ്മെന്റ്, എനർജി മാനേജ്മെന്റ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പേഴ്സണൽ മാനേജ്മെന്റ് നടക്കും. നമ്മളെ മാനേജ് ചെയ്യണം. കാരണം നമ്മൾക്ക് ഒരു മനുഷ്യന് ഒരു എനർജി ഉണ്ട്. ഇപ്പൊ ഇത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ മടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സ്, ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. ഇതിന് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം, ഡിസിപ്ലിൻ എന്ന് പറയും. അതായത് ഏതൊരു കാര്യത്തിനും വിഷൻ ഉണ്ടായിരിക്കണം, പാഷൻ ഉണ്ടായിരിക്കണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. വിഷൻ, ഡിസിപ്ലിൻ, പാഷൻ, കോൺഷ്യസ്നെസ്, അതാണ് നമ്മുടെ ഈ പാരഡൈംസിനെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ അത് ശരിയായ രീതിയിലാണോ പോകുന്നത്, നമ്മുടെ വിഷൻ അല്ല നമ്മുടെ ഏണി ചാരിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം എന്നാൽ നമ്മൾ എഫിഷ്യൻസി കൂട്ടി കഴിയുമ്പോൾ നമ്മൾ തെറ്റായ സ്ഥലത്തായിരിക്കും നമ്മൾ എത്തിച്ചേരും. ഇവിടെ നമ്മൾ ലീഡർഷിപ്പിലേക്ക് പോകുന്ന, അതായത് ഇന്റർ ഡിപ്പെൻഡൻസിലാണെങ്കിൽ വിഷൻ വേണം. മഹാത്മജിക്ക് വിഷൻ ഉണ്ടായിരുന്നു, മദർ തെരേസയ്ക്ക് വിഷൻ ഉണ്ടായിരുന്നു, നെൽസൺ മണ്ടേലയ്ക്ക് വിഷൻ ഉണ്ടായിരുന്നു, മഹത്തായ എല്ലാവർക്കും ഉണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരുവിന് വിഷൻ ഉണ്ടായിരുന്നു. അച്ചടക്കം ഉണ്ടായിരുന്നു. അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അവര് അതുപോലെ തന്നെ ഇപ്പം ഹിറ്റ്ലർക്കും ഈ ഗുണങ്ങളൊക്കെ, അതുപോലെ അവർക്ക് ആ ഒരു പാഷൻ ഉണ്ടായിരുന്നു. കാരണം അവർ എവിടെ എത്തേണ്ടത് അതിനുവേണ്ടി എത്താൻ വേണ്ടി തന്റെ ജീവൻ പോലും കളയാൻ വേണ്ടിയുള്ള വില്ലുണ്ടായിരുന്നു, ആ ഒരു പാഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അവർക്ക് കോൺഷ്യസ്നെസ് ആയിരുന്നു. ഈ മഹാത്മാക്കൾക്കെല്ലാം ഉണ്ടായിരുന്നത് അവര് ആ ഒരു ഈഗോ ആയിരുന്നു. ഈഗോ ഉള്ള പല നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവര് എത്തുന്നത് ഡെസ്റ്റിനേഷൻ വേറെ ഡെസ്റ്റിനേഷൻ ആയിരിക്കും. നമ്മൾ എത്തുന്നത് ഗ്രേറ്റ്നെസ്സിലേക്ക് ആയിരിക്കണം. സെൽഫ് ആക്ച്വലൈസേഷനിൽ നിന്ന് സെൽഫ് റിയലൈസേഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അത് ഞാൻ കഴിഞ്ഞ ദിവസം 4 ജനറേഷൻ ഓഫ് ടൈം മാനേജ്മെന്റ് പറഞ്ഞിരുന്നു. അതായത് ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഹണ്ടേഴ്സ് ആൻഡ് ഗാദർ ഏജ് പറഞ്ഞു, അഗ്രികൾച്ചർ ഏജ് പറഞ്ഞു, അതുപോലെ മൂന്നാമത് പറഞ്ഞത് ഇൻഫർമേഷൻ ഏജ്, ഇന്റലക്ച്വൽ ഏജ് ഓർ കൊഗ്നിറ്റീവ് ഏജ് എന്ന് പറയുന്നത്. കാരണം മാറ്റങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പലർക്കും മാറ്റങ്ങൾ മനസ്സിലാവുന്നില്ല. നമ്മൾ എത്രയോ പേർക്ക് ക്ലബ് ഹൗസ് അറിയാൻ പറ്റും. ആ മാറ്റം വളരെ പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. കാരണം ഒരാഴ്ച മുമ്പാണ് ഞാനും 2-3 ആഴ്ച മുമ്പേ അറിഞ്ഞുള്ളൂ. വിചാരബന്ധു സാർ അതിനു മുമ്പേ അറിഞ്ഞിരുന്നു. അതെല്ലാം അവര് അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈം മാനേജ്മെന്റിൽ ഓരോ കാലഘട്ടത്തിലും ടൈം മാനേജ്മെന്റ് വ്യത്യസ്തമായിരുന്നു. കാലഘട്ടത്തിൽ വരുന്ന ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവർ ചെയ്യേണ്ട കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അവരുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടായിരുന്നു. അതായത് രാവിലെയൊക്കെ ഇന്നൊക്കെ നമ്മൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ വീടിനടുത്തൊക്കെ പണിക്ക് പോകുന്ന ചേട്ടനുണ്ട്, ദാമുവേട്ടൻ എന്ന് പറയുന്നത്. പുള്ളിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആര് പണിക്ക് വിളിക്കുന്നു അയാളുടെ കൂടെ പോകും. പുള്ളി നല്ല പണി, നല്ല കമ്മിറ്റഡ് ആയിട്ട് പണിയെടുക്കും. പക്ഷെ എന്ത് ചെയ്യും, പുള്ളിയെ വിളിച്ച് വരില്ല. കാരണം അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ നോക്കും, പ്രയോറിറ്റൈസ് മുമ്പിൽ വരുന്നതിന് വെച്ചായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതാണ് ടു ഡു ലിസ്റ്റിന്റെ ഒരു പക്ഷെ അവർക്ക് ബന്ധങ്ങളൊക്കെ കൂടുതലായിരിക്കും. കാരണം എല്ലാവരോടും ഭയങ്കര സ്നേഹബന്ധം ഉണ്ടാവും, പക്ഷെ വിശ്വാസ്യത ഉണ്ടാവില്ല. വിശ്വാസ്യത എന്ന് പറയുന്ന അതിനോടൊപ്പം നിൽക്കുന്നില്ല, അവരെ ആരും വിശ്വസിക്കില്ല വന്ന്. അതുകൊണ്ട് നേരത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയൽ ഏജ് വന്ന സമയത്ത് അവിടെ സ്കെഡ്യൂളുകൾക്കും അപ്പോയിന്റ്മെന്റുകൾക്കുമായി പ്രാധാന്യം. അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും, ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യും. അപ്പൊ മുമ്പിൽ വരുന്ന ഇതിനൊക്കെ തട്ടിക്കളയും. ചിലപ്പം അന്നത്തെ ദിവസം ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യില്ല. കാരണം അത് പ്രയോറിറ്റൈസിങ് ആണ്. കാരണം അന്നത്തെ ദിവസം വരുന്ന പലതും മാറ്റിവെച്ചു പോകും. പക്ഷെ അപ്പം പലപ്പോഴും വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവും. അതേപോലെ മൂന്നാമത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാലിറ്റിയിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ്, അതേപോലെ തന്നെ ഇപ്പൊ ചെയ്യുന്നത് പ്രയോറിറ്റൈസിങ് ആണ്. നമ്മൾ എന്താണ് പ്രയോറിറ്റി ചെയ്യുന്നത് അതിനനുസരിച്ച് മൂവ് ചെയ്യാണ്. ഇപ്പം കാർ വാങ്ങണം, അതാണ് എന്റെ പ്രയോറിറ്റി, അതിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നു. ചിലപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് പലതും വിട്ടുകളഞ്ഞിട്ട് അതിലേക്ക് മാത്രം പോകുന്നുണ്ടാവും. അപ്പം അതിനുശേഷം വരുന്ന ഈ 4ാമത്തെ ജനറേഷന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജനറേഷൻ എല്ലാം ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. ഈ 3ാം ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ പോവുക. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഒരു കൊച്ചിനെ ബക്കറ്റിലെ വെള്ളത്തോടൊപ്പം പുറത്തോട്ട് ഒഴിക്കുന്നത് പോലെ ആയിപ്പോവും. കാരണം അതുകൊണ്ടാണ് ഈ 4ാം ജനറേഷന്റെ ഒരു ആവശ്യം വരുന്നത്. പറയുന്ന റോൾസ് ആൻഡ് ഗോൾസ് ആണ്. നമുക്ക് റോളുകൾ, നമ്മുടെ ഓരോ റോളുകളും ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം പറഞ്ഞുവല്ലോ വ്യത്യസ്തമായ റോളുകളുണ്ട്. വിചാരബിന്ദു സാറിന്റെ റോൾ ആയിരിക്കില്ല എനിക്കുണ്ടാവുക. വിചാരബിന്ദു സാറിന് കുറച്ചും കൂടെ വലിയ റോളായിരിക്കും. സാബു സാറിന് കുറച്ചും കൂടെ ഈ ചാരിറ്റി അവരിപ്പോ ആയിരിക്കുന്ന അവസ്ഥയിലുമാണ് റോളുകൾ വരുന്നത്. ഏത് റോളുകളാണോ അത്
നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ റോളിൽ എത്തുന്ന സമയത്ത് അതിനെ എങ്ങനെ ഫില്ല് ചെയ്യാം, അതിനനുസരിച്ചുള്ള പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വ്യക്തിപരമായ ദൗത്യ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടന മറ്റുള്ളവരിൽ നിന്നൊക്കെ കടമെടുത്തിട്ട് നമ്മുടേതായ ഭരണഘടന ഉണ്ടാക്കുക, റൂൾസ് ഉണ്ടാക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. ഞാൻ മുമ്പ് ചോദിച്ചിരുന്നു, നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പൊ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളത്. അതിനെ നമ്മൾക്ക് ഈ ഗോൾസ് ആൻഡ് ഗോൾസിലെയും അതുപോലെ തന്നെ ഇത് എഴുതേണ്ടതിന്റെയും പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി 4 ബോക്സ് ആയിട്ട് നമുക്ക് തിരിക്കാം നമ്മൾ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളിൽ. 1 അർജന്റ്, 2 ഇമ്പോർട്ടന്റ്, അതായത് ഹെഡ്ലൈൻ ആണ്. അത് ഒന്നാമത്തെ ഇതിൽ വരുന്ന അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് പല അർജന്റ് വരും. ഇപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യാണ്, റിങ്, ആ സമയത്ത് നമുക്ക് ആ ഫോൺ എടുക്കേണ്ടി വരും, കാരണം അത് അർജന്റ് ആണ്. ചിലപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് കാലൊന്ന് തട്ടി വീണു, അപ്പം നമ്മുടെ പ്രയോറിറ്റൈസ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എമർജൻസിയാണ്. എമർജൻസി, അർജന്റ്, ഇത് വളരെ ഇതാണ്. അപ്പൊ ഈ എമർജൻസി സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ അർജന്റ് കാര്യങ്ങൾക്ക് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമുക്ക് വരുന്ന, അതായത് ഡെഡ് ലൈൻ ആയിട്ടുള്ള ഒരുപാട് വർക്ക് എപ്പോഴും നമ്മൾ അർജൻസിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതേസമയത്ത് രണ്ടാമത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർജന്റ് ഇല്ല. എനിക്ക് രാവിലെ ഞാൻ നടക്കാൻ പോകാൻ തീരുമാനിച്ചു, എനിക്ക് കുറച്ച് തടി കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് നടക്കാൻ പോകണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നമ്മൾ ബ്രഷിങ്, പല്ല് തേക്കുന്നത് പോലും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ പാരന്റിങ് ഡിസിപ്ലിൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്, ചെറിയ കൊച്ചായിരിക്കും അവനെ പല്ല് തേക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കും. അവൻ പറയും പല്ല് തേക്കില്ല, അങ്ങനെ പറയും, കുളിക്കാനൊക്കെ പറയും, കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ബെല്ലമായിട്ട് സാറേ ഇടയ്ക്ക് ബ്രേക്ക് ആയല്ലോ. അത് കോള് വന്നിരുന്നു സാർ. അപ്പോ പാരന്റൽ ഡിസിപ്ലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഒരു പാരന്റ് നമ്മളെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പാരന്റ്. അതുകൊണ്ടാണ് പറയുന്നത് ലീഡർഷിപ്പ് ആസ് ലൈക്ക് എ പാരന്റിങ് നോട്ട് എ പോപ്പ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പാരന്റിനെ പോലെയാണ്. ഈ പാരന്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ പാരഡൈംസിന് പോലും പാരന്റ് എന്ന് പറയുന്നത് ബന്ധമുണ്ട്. ഈ പാരന്റ് എപ്പോഴും കുട്ടികളുടെ നന്മ കണ്ടുകൊണ്ട് അവനെ ശാസിക്കേണ്ടപ്പോൾ ശാസിച്ച് അവനെ കൂടെ നടത്തി. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ സാറ് പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ നമ്മൾ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ നന്മയാണ്. ആ കൊച്ചെത്രമാത്രം വലുതായാലും നമ്മളെക്കാൾ എത്ര എത്തിക്കുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ടൂളാണ് അത് വരുന്നത്. അപ്പം ഈ ഡിസിപ്ലിൻ നമ്മൾ ഇമ്പോർട്ടന്റ് ഫാക്ട് എന്ന് പറയുന്നത്, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യാറുണ്ട്, നമ്മൾ മാറ്റിവെക്കും. ഇന്നത്തെ ഇപ്പൊ രാവിലെ ഞാൻ നടക്കാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചു, ഓക്കെ, കിടന്നു രാവിലെ എഴുന്നേക്കുമ്പോൾ അയ്യോ ഇന്ന് ഭയങ്കര തണുപ്പാണ്, പുറത്ത് മഴയാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഈ പ്രൊആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ സമയത്ത് നമ്മൾ എഴുന്നേറ്റേ പറ്റും. അതായത് നമ്മൾ എഴുന്നേൽക്കുന്നതിനും ബാറ്റിൽ ഓഫ് ദി ബെഡ് എന്ന് പറയുന്നത് നമ്മൾ ഉണരുന്നതും എഴുന്നേക്കുന്നതും തമ്മിലുള്ള വിടവ് കുറയ്ക്കണം. കാരണം നമ്മൾ ആദ്യത്തെ ബെല്ല് കേൾക്കുമ്പോഴേ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ആ ഒരു വർക്കിലേക്ക് നമ്മൾ പോകണം. നടക്കാൻ പോവാണെങ്കിൽ നടക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഈ അർജൻസിയിലാണ് നിൽക്കുന്നത്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ അർജന്റ് ആണ്. അതായത് ആൽവിൻ ടോൾഫർ പറയുന്ന പോലെ നമ്മൾ കടൽക്കരയ്ക്ക് പോകുന്ന പോലെയാണ്. ഈ പ്രശ്നങ്ങളെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒന്ന് തീർത്തിട്ട് വേണം അടുത്തത് തീർത്തിട്ട് വേണം അടുത്തത്, പിന്നെ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് നമ്മൾ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ഈ അർജൻസിയാണ്. പോകാത്തെ അത് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാം, പക്ഷെ ഒരു എമർജൻസി ഫാക്ടർ അല്ല. മൂന്നാമതൊരു ഫാക്ടർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മൂന്നാമത്തെ ബോക്സസിൽ വരുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പൊ രാവിലെ നമ്മൾ ക്ലബ് ഹൗസിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. നമ്മളെ സംബന്ധിച്ച് അർജന്റ് ആണോ ഇമ്പോർട്ടന്റ് ആണോ വെച്ചാൽ അല്ല, അർജന്റ് ആണോ വെച്ചാൽ അർജന്റ് അല്ല. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടേതായ ആ ഒരു പ്രയോറിറ്റൈസിൽ നിന്ന് മാറി നമ്മൾ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ചില ഫോൺ സംഭാഷണങ്ങൾ, ചിലപ്പോൾ നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത്, ചില ഇമെയിൽ ചെക്ക് ചെയ്യുന്നത്, രാവിലെ മുതലേ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഭയങ്കര അർജന്റ് ആണ്. കാരണം പക്ഷെ നമുക്ക് വൈകുന്നേരം വെച്ചിട്ട് 1 മണിക്കൂർ കൂടി ചെക്ക് ചെയ്യാവുന്ന കേസേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനു വേണ്ടിയിട്ട് നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നതാണ് അർജന്റും അല്ല ഇമ്പോർട്ടന്റും അല്ല. വൈകുന്നേരം വീട്ടിലെത്തിക്കഴിഞ്ഞാല് നമ്മളുടെ ഈ 3 സെക്ടർ എന്ന് പറയുന്ന പ്രസന്റ് ജോബ് 24 മണിക്കൂർ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഈ 8 മണിക്കൂറിലാണ് വൈകുന്നേരങ്ങളിൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് പല കാര്യങ്ങളിലും നമ്മളിങ്ങനെ ചർച്ച കേട്ടുകൊണ്ടേയിരിക്കും, TV കണ്ടുകൊണ്ടിരിക്കും. രണ്ടാമത് നമ്മൾ ഈ നാലാമത്തെ ഫാക്ടർ ശരിക്കും ബ്രേക്ക് വരുന്നുണ്ടല്ലോ.
അതെയല്ല സാർ, കണക്ഷൻ നെറ്റ്വർക്ക് ഭയങ്കര പ്രശ്നമാണല്ലേ. അപ്പോ സ്വല്പം കൂടെ മാറിക്കും. എന്നാ ഞാനൊരു 5 മിനിറ്റ് എടുക്കട്ടെ സാറേ, സാറൊന്ന് ഫീൽ ചെയ്യില്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഞങ്ങളൊരു ഡിസ്കഷൻ വെച്ചോളാം. സാറേ മൂന്നാമത്തെ ഒന്നുകൂടെ പറയണേ. മൂന്നാമത്തെ സാർ എന്താ ഉദ്ദേശിച്ചേ? ആദ്യത്തെ ഏതായിരുന്നു? ഒന്നും രണ്ടും? ആദ്യത്തെ എമർജൻസി ആയിരുന്നു, രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിരുന്നു, മൂന്നാമത്തെ ഓക്കെ, അതിന് സുജിത്ത് തന്നെ വരണം. സുജിത്തിന്റെ പുതിയ ടോപ്പിക് അത്. സാറേ 2 മിനിറ്റ് കൊണ്ട് ഞാൻ റേഞ്ചിലെത്തേ. ഓക്കെ ഓക്കെ. മറ്റേ അർജന്റ് ആണെന്ന് സാറേ, അർജന്റ്. ഓക്കെ, അർജന്റ് അല്ലേ? അർജന്റ് ഒന്നാമത്തെ സാറേ, ഒന്നാമത്തെ അർജന്റ്, രണ്ടാമത്തെ ഇമ്പോർട്ടന്റ്, മൂന്നാമത്തെ വന്നപ്പോ റേഞ്ച് കട്ടായി. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആണ്, എന്നാൽ അർജന്റ് അല്ല. നാലാമത്തെ അർജന്റും അല്ല, ഇമ്പോർട്ടന്റും അല്ല. ഇതിൽ നമ്മൾ 4 ബോക്സ് ആക്കി തിരിക്കുന്നതില് 1 അർജന്റ് ആണ്, 2 ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റില് ഒന്നാമത്തെ വരുന്നത് നമ്മൾ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടത്. അതായത് ഞാൻ നടന്നു പോകുമ്പോഴത്തേക്കും കാല് വീണ് പൊട്ടി, അന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ടത് അർജന്റ് ആണ്. വീട്ടിൽ കൊച്ചിന് സുഖമില്ലാതെ ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട അർജന്റ് ആണ്. അപ്പൊ നമ്മള് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ മിഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. റോളുകളെല്ലാം എഴുതി, അതിനുശേഷം അതിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതില് നമ്മളെ വിങ്സ് ഓഫ് ചാരിറ്റി ആണ് എൻ്റെ ഒരു റോള്. അതിൽ എത്ര പേരുണ്ടെന്ന് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പൊ സാബു സാറിനെ എനിക്ക് വിളിക്കണം. അപ്പം സാബു സാർ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടും ഞാൻ ഡെയിലി സാബു സാറിനെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് എന്തായാലും സാബു സാർ എടുത്താലും ഇല്ലെങ്കിലും എനിക്ക് വിളിക്കണം, കാരണം അതെൻ്റെ ഒരു റോളാണ്. അതിനുശേഷം പിന്നെ മറ്റുള്ളവരെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് അവരുമായിട്ടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. അതിനുവേണ്ടി ഞാൻ എഴുതാൻ തീരുമാനിച്ചത് ഞായറാഴ്ചയാണ്. അതായത് ഞായറാഴ്ച ഓഫാണ്, ബാക്കിയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇതുള്ളൂ. ഞായറാഴ്ച സെൽഫ് റിന്യൂവലിന് വേണ്ടിയിട്ടാണ്, എനിക്ക് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞായറാഴ്ചത്തെ ഒരു ദിവസം ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം അത് ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പക്ഷെ അത് മാറ്റിവെക്കും, കാരണം ഈ അർജൻസി വന്നിട്ട് ഞായറാഴ്ച ഇപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പറയുകയാണ്, എന്തായാലും വരണം, ഞായറാഴ്ച കൂടെ ചെയ്താലേ നടക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അന്നത്തെ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ അർജൻസിയിൽ അന്നേരം അങ്ങ് പോവാണ്. ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് അവിടെ വിട്ടുകളയും. അതുപോലെ മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് അത് അർജന്റ് ആണ് നമ്മൾ വിചാരിക്കും, പക്ഷെ അർജന്റ് അല്ല. അതായത് ഈ വാട്സപ്പ് ചെക്ക് ചെയ്യുക, ഇമെയിൽ ചെക്ക് ചെയ്യുക, പിന്നെയുള്ള അങ്ങനെയുള്ള ചില ഫോൺ കോളുകൾ വിളിക്കുക, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ അർജൻസിയിൽ വരുന്നതല്ല, അർജന്റ് ആണെന്ന് വിചാരിക്കും. മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം കൊല്ലികളായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അർജന്റും അല്ല, ഇമ്പോർട്ടന്റും അല്ല. നമ്മളിപ്പം ഓഫീസിലെ ടെൻഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടുകാരൻ വിളിക്കുന്നു, എന്തെന്താ പരിപാടി, വൈകുന്നേരം നീ എന്താ? ഓക്കെ, നോ പ്രോബ്ലം, ശരി, ഓക്കെ. നമ്മൾ ചെല്ലുന്നു, അവിടെ ഇരിക്കുന്നു, കുറച്ച് സമയം ചെറിയ നമ്മളെ ആൽഫാ മോഡിൽ നിന്ന് ബീറ്റാ മോഡിലേക്ക് പോകുന്നു. ബീറ്റാ മോഡിൽ ആൽഫ മോഡിലേക്കല്ലേ? കറക്റ്റ്. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു സുഖം കണ്ടെത്തുന്നു, ഒരു ആത്മനിർവൃതി അടയുന്നു. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ചാൽ അല്ല, അർജന്റ് ആണോ എന്ന് വെച്ചാൽ അല്ല. പക്ഷെ എന്തിനു വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നത്? ഈ ബാറുകളും ബ്യൂറേജുകളിലൊക്കെ ക്യൂ വരുന്നതിലൊക്കെ പ്രധാന കാരണം ഈ 2 കാര്യങ്ങളാണ്. അത് അർജന്റും അല്ല, ഇമ്പോർട്ടന്റും അല്ല. അധികം ആളുകളും ഈ അർജൻസിയിൽ നിന്നും നേരെ പോകുന്നത് ഈ ഇതിലേക്കാണ്, അതായത് രണ്ടുമല്ലാത്ത ഇതിലേക്കാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ 3ഉം 4ഉം കട്ട് ചെയ്യുകയാണ്. 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. അതായത് അനാവശ്യമായ അർജന്റ് ആണെന്ന് നമ്മൾ തീരുമാനിക്കുന്ന പല കാര്യങ്ങളും അതിന്റെ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അത് 4ാമത് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നോ പറയാൻ വേണ്ടി ശീലിക്കാൻ പോവുകയാണ്. നോ പറയുക എന്ന് പറഞ്ഞാല് നമ്മൾ ക്വാഡ്രന്റ് 2ലേക്ക് പോവുകയാണ്. ക്വാഡ്രന്റ് 1 അർജന്റ് ആണ്, എമർജൻസി ആണ്, ഡെഡ് ലൈൻ ആയിട്ടുള്ള. ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ അത്തരം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, പോലീസുകാരൊക്കെ സംബന്ധിച്ച് എപ്പോഴും അവർക്ക് ഈ എമർജൻസി ഫാക്ടറിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു ഫോഴ്സ് ജോലി ചെയ്യുന്ന ആൾക്കാർ അത് വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ ചുരുങ്ങി വരും. അതായത് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്നു, ജോലിക്ക് സമയം കൊടുക്കുന്നു, ഭാര്യയോടൊപ്പം കുട്ടിയോടൊപ്പം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയത്തിന്റെ ഒരു ഭാഗം മാറ്റി വെക്കുന്നു. ആ സമയത്ത് എന്താ വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഈ 4L കറക്റ്റ്, മാനസികം, സാമൂഹികം ഓർ വൈകാരികമൊക്കെ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു സംതൃപ്തി, ഒരു ഫുൾഫിൽനെസ്സിലേക്ക് നമ്മൾ എത്തും. ക്വാഡ്രന്റ് 2ലായിരിക്കും വേണ്ടത്.
അപ്പൊ ക്വാഡ്രന്റ് 2 ഒരുപാട് ഉണ്ട്. നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതി ഉണ്ടാക്കുക. ആ മിഷൻ സ്റ്റേറ്റ്മെന്റ് കാരണം അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിച്ചു നോക്കണം. എപ്പോഴൊക്കെ നമുക്ക് തിരുത്താൻ പറ്റുന്ന, ചിലപ്പോൾ നമ്മൾ യാത്രയിൽ ബസ്സിലിരിക്കുന്ന സമയത്ത്, ട്രെയിനിലിരിക്കുന്ന കുറിച്ച് എപ്പോഴും വ്യക്തമായ അവയർനെസ്സോടെ കൂടെ കൊണ്ടു കിടന്നിട്ട് ഈ ക്വാഡ്രന്റ് 2-ലായിരിക്കണം നമ്മൾ കൂടുതൽ സമയവും ചെലവഴിക്കേണ്ടത്. അപ്പം ഈ ക്വാഡ്രന്റ് 2-ന്റെ ടൂളുകൾ ആയിരിക്കണം. ഇതില് നമ്പർ 1 മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എവിടെ എത്തണം എന്നുള്ള, പിന്നെ നമ്മൾ റോളുകൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത് നമ്മുടെ ഗോൾസ്, ആ റോൾ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഗോൾ ഉണ്ടാവുക. അതായത് ഒരു ഡോക്ടർക്ക് രോഗികളെ നോക്കിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരിക്കാം. പക്ഷെ ആ റോള് നമ്മൾ വീട്ടിലുമ്പോൾ ഹസ്ബൻഡ് എന്ന് പറയുന്ന റോളിൽ മിങ്കിൾ ചെയ്യരുത്. ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ തന്നെ വെച്ചിട്ട് വീട്ടിലേക്ക് പോകണം. അതേപോലെ തന്നെ ഏത് ജോലി ചെയ്യുന്ന സമയത്തും അത് നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കരുത്. കാരണം നമ്മുടെ ഇപ്പം വിചാരബന്ധു സാറൊക്കെ പറഞ്ഞ, വിചാരബന്ധു സാർ ട്രാൻസ്ഫോം സെൽഫ് അവയർനെസ്സിൽ എത്തിയിരിക്കുന്ന ആ ശ്രീകുമാർ എന്ന് പറയുന്ന നാമല്ല നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആ പഴയ ഇന്റലിജൻസ് ഓഫീസർ അല്ല, നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ പിതാവല്ല നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. മറിച്ച് വിചാരബിന്ദു എന്ന് പറയുന്ന വിചാരം ചെയ്ത് ായി നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് ആളുകളോട് പറയുന്ന സമയത്ത് ആ ഇന്റലിജൻസ് ഓഫീസർ വരാനേ പാടില്ല. പഴയ ആ ദേശീയക്കാരനോ ഇതിൽ വരുന്നുണ്ടാവും. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മനനം ചെയ്യുന്ന സഹിഷ്ണുതയുള്ള, അസഹിഷ്ണുത ഇല്ലാത്ത ഒരാളിലേക്ക് മാറുന്നുണ്ടാവും. അതേപോലെ തന്നെ ചെല്ലുന്ന സമയത്ത് അവനോടൊപ്പം കളിക്കുന്ന കുട്ടിയായിരിക്കണം. അതാണ് നമ്മുടെ ആ ഒരു ഗോൾസ് വരേണ്ടത്. പിന്നുള്ളത് സ്കെഡ്യൂൾ ആൻഡ് ഡെലിഗേഷൻ എന്നാണ്. സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ അത് ഒരു വർക്ക്ഷോപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ, റോളുകൾ അതിനെ ഡിഫൈൻ ചെയ്യണം, അത് ചെയ്യണം. അതിനുശേഷം വരുന്ന സ്കെഡ്യൂളിംഗിന് ശേഷമാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ഡെലിഗേഷൻ ഉണ്ട്. കാരണം നമ്മൾക്ക് പല കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ എനർജി, നമ്മളുടെ ഒരു ഇതൊക്കെ എന്ന് പറയുന്നത് അത് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചെയ്യണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കൊടുക്കണം. എബിലിറ്റി ടു റെസ്പോണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. റോൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെയും അത്തരം റോളുകൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഒരു സാബു സാറെ സമയം എനിക്ക് നോക്കാൻ പറ്റും. ഞാൻ ക്ലോക്ക് ഒക്കെ വെച്ചതായിരുന്നു. ഇപ്പൊ കാട്ടിൽ കയറി നടക്കുന്നില്ല. സമയം 7 ആകുന്നേ ഉള്ളൂ, 7 മണിയാകുന്നേ ഉള്ളൂ. 10 മിനിറ്റും കൂടെ എടുക്കാമല്ലോ സാർ? ഷുവർ. ഓക്കെ. അപ്പോ ഇതില് ഈ ഡെലിഗേഷൻ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ഡെലിഗേഷൻ ഉണ്ട്. ഒന്ന് സ്റ്റുവാർട്ട് ഡെലിഗേഷൻ ഉണ്ട്, ഫെർഗൂസൺ ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒന്ന് പറഞ്ഞു ചെയ്യിക്കുക, ഒന്ന് നടത്തിപ്പ് ചുമതലപ്പെടുത്തുക എന്നാണ് പറയുന്നത്. അതില് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ നടത്തിപ്പ് ചുമതലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾ ഇപ്പം ഒരു പ്രശസ്തമായ ഒരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, റോൾസ് ആൻഡ് ഗോൾസ് തന്റെ മക്കളെ എല്ലാം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെച്ചു. അതിനുശേഷം ഓരോ റോളുകളായിട്ട് ഡിഫൈൻ ചെയ്തു. പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ ഫാമിലി മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ ഒരു തീരുമാനമാണ്. അങ്ങനെ ഇരുന്നിട്ട് അവർ പറഞ്ഞു, ആദ്യം ഈ ബാക്കി കാറിന്റെ ലോൺ ഉണ്ട്, അത് ആരടയ്ക്കും എന്ന് ചോദിച്ചു. ആരും കൈവക്കില്ല, അദ്ദേഹം തന്നെ കൈവക്കി, ഞാൻ അടയ്ക്കാമെന്ന്. അടുത്ത കാര്യം വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മറ്റു വീടിന്റെ ലോൺ ഉണ്ട്, അതാരടയ്ക്കും. അങ്ങനെ ഈ സാമ്പത്തിക കാര്യം എല്ലാം ഈ ഗ്രഹനാഥൻ മാത്രമേ കൈവയ്ക്കുള്ളൂ, അദ്ദേഹം മാത്രമേ ചെയ്യാൻ അതിനുള്ള ഉള്ളൂ എന്ന് മറ്റുള്ളവരും അംഗീകരിച്ചു. ഇളയൊരു കൊച്ചിനെ നോക്കുന്ന ചുമതല ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൈവച്ചു. ബാക്കിയുള്ള മുതിർന്ന കുട്ടികളൊക്കെ അത് ഏറ്റെടുത്തു. പക്ഷെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനുള്ള അർഹത അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയെ, കാരണം എബിലിറ്റി അമ്മയ്ക്കാണുള്ളത് കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ ഒരു 7 എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതായത് വെക്കുക. അത് അദ്ദേഹം പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ആദ്യമേ വിഷൻ സെറ്റ് ചെയ്യണം. എന്താണ് നമ്മുടെ എൻഡ് റിസൾട്ട്? ഈ ഡെലിഗേഷൻ ഉള്ളൂ കേട്ടോ. കാരണം സ്റ്റുവാർട്ട്സ് ഡെലിഗേഷൻ പറയുന്നത് എൻഡ് എന്തായിരിക്കണം അത് മാത്രമാണ്. അപ്പം പച്ചപ്പും വൃത്തിയുമാണ് അത്. പച്ചപ്പും വൃത്തി എന്ന് പറഞ്ഞാൽ അതിന് മാതൃക എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടുകാർ അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്. അവിടെ നല്ല പച്ചപ്പും വൃത്തിയാണ്. അപ്പൊ നമ്മൾ അതിലേക്കാണ് എത്തേണ്ടത്. മോൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോ അച്ഛനാണെങ്കിൽ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ബക്കറ്റും ഇതും എടുക്കാം, അതിൽ ഹോസ് ഉപയോഗിച്ച് നനയ്ക്കാം. അങ്ങനെ നനയ്ക്കാന്ന് പറഞ്ഞു. പിന്നെ ഈ ഓരോ ചപ്പും ചവറുകൾ, എല്ലും കഷ്ണങ്ങൾ, ഈ കടലാസ് കഷ്ണങ്ങൾ, ഇതെല്ലാം പെറുക്കി മാറ്റണം. ഈ പെറുക്കി മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആരുടെയും സഹായം അവന് തേടാം. കാരണം ആരോടും പറയാം ഇത് പെറുക്കി മാറ്റാം. ആരെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവന് പറയാം അതിട്ടിരുന്നു. അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണെന്ന് അവൻ ചോദിച്ചപ്പോൾ അച്ഛനെന്ന് പറഞ്ഞു. അല്ല, മോന് തന്നെയാണ്.
മോൻ തന്നെയാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി, മോനാണ് ഇത് ചെയ്യേണ്ടത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിക്ക് ഒരു പകുതി ഭാഗം ഇതെല്ലാം പെറുക്കി വൃത്തിയാക്കി. എന്നിട്ട് കാണിച്ചു കൊടുത്തു, മോനെ ഇതാണ്, അപ്പുറത്തത് കണ്ടില്ലേ, അതാണ്, ഇതുപോലെയാണ് ആക്കേണ്ടത്. അപ്പൊ അടുത്ത ദിവസം മുതൽ ജോലി തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ജോലിക്ക് പോയി. പിറ്റേ ദിവസം നോക്കി ഞായറാഴ്ചയാണ്, അവനൊന്നും ചെയ്ത് കണ്ടില്ല. അതിന്റെ പിറ്റേ ദിവസം ഒന്നും ചെയ്ത് കണ്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു, കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഇവനൊന്നും ചെയ്യുന്നില്ല. ഇവൻ അപ്പുറത്ത് വരുന്ന സമയത്ത് അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ഞായറാഴ്ചയാണ് ഇതിന്റെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കാരണം ഇതിനെല്ലാം ഒരു മോണിറ്ററിംഗ് ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് അത് നോക്കേണ്ട ആള് ഈ പിതാവാണ്. അതിനുശേഷം ഈ മകനെ വിളിച്ചു. മോനെ വിളിച്ചില്ല, വന്ന സമയത്ത് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി എന്ത് ചെയ്തു, വൈകുന്നേരം അത്താഴം കഴിയുന്നവരെ കാത്തിരുന്നു. അത്താഴം കഴിഞ്ഞതിന് ശേഷം അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമുക്ക് നമ്മുടെ ഇതൊന്ന് നോക്കണ്ടേ, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവന് പെട്ടെന്ന് അവന് ഒരു മുഖത്തൊരു വാട്ടം വന്നു. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവൻ പറഞ്ഞു, ഡാഡി ഇത് ഭയങ്കര കടുപ്പാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോ അതെന്താണെന്ന് വെച്ചപ്പോ അവന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് മോനിത് ചെയ്യേണ്ടതാണ്, എന്താ ചെയ്യേണ്ടത്, അപ്പൊ ഡാഡി സഹായിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഓക്കെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവന്റെ കൂടെ കൂടിയിട്ട് അത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അവൻ്റെ ഉള്ളിൽ സെൽഫ് എസ്റ്റീം, അതായത് ആദ്യം ആത്മാഭിമാനത്തിന് ശ്രദ്ധം ഏറ്റെങ്കിൽ പോലും അതേസമയത്ത് അവനോട് രണ്ട് തരത്തിൽ പ്രതികരിക്കാമായിരുന്നു. ഒന്ന് ക്യാരറ്റും വടിയും, അതായത് അവനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇന്ന സാധനങ്ങൾ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ അവനെ നമ്മുടെ കായബലം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശക്തി ഉപയോഗിച്ച് ചെയ്യുന്നതിന് പകരം അവനെ നടത്തിപ്പ് ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് എല്ലാ കാലങ്ങളിൽ വന്ന സമയത്തും അവൻ അത് കറക്റ്റായിട്ട് നോക്കുകയും അത് ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുക്കുകയും ചെയ്തു. അത് സ്റ്റുവാർഡ്സ് ഡെലിഗേഷൻ ആണ്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് കാര്യത്തിലും മറ്റൊരാളെ ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് നടത്തിപ്പ് ചുമതലപ്പെടുത്തുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സുദാസ് കണ്ണോത്ത് എന്ന് പറയുന്ന ആള്. അദ്ദേഹം തന്റെ പോസിറ്റീവ് കമ്മ്യൂണിലെ തോട്ട്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നടത്തുന്നത്. അദ്ദേഹം ഒട്ടനവധി ആളുകളെ അദ്ദേഹം അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് നടത്തുന്നത്. കാരണം അദ്ദേഹം അതിന്റെ റിസൾട്ട് വരും, ഒന്ന് എൻകറേജ് ചെയ്യും, ഒന്ന് മോണിറ്റർ ചെയ്യും, ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയും, പിന്നെ നിങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ അവരാണെല്ലാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിൽക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഒരു സിസ്റ്റം ഇങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം ഇല്ലെങ്കിൽ പോലും അതിങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അതിൽ കൈ കടത്തുന്നില്ല, അത് ഇത് ചെയ്യുന്നു പറയുന്നില്ല, പകരം അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻഡിവിജ്വൽ, അറ്റൻഡിങ് ടു ലെജിറ്റി തിങ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഓരോ വ്യക്തിയെ മനസ്സിലാക്കുന്നു, അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്ന് എൻകറേജ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നു. പക്ഷെ ഉത്തരവാദിത്വവും അതിന്റെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് വരുന്ന സമയത്ത് അത് ലീഡർഷിപ്പിൽ വരുന്നുണ്ട്. സതീഷ് ധവാൻ ആയിരുന്നു അതിന്റെ ഉദാഹരണമാണ്. ഇതിന് ഫസ്റ്റ് SLV 3 വിക്ഷേപണം നടത്തിയ സമയത്ത് അതിന് പരാജയം സമ്മതിച്ച സമയത്ത് അതിന് മുമ്പിൽ നിൽക്കുകയും മാധ്യമപ്രവർത്തകരോട് പറയുകയും വിജയകരമായി വിക്ഷേപിച്ച സമയത്ത് അബ്ദുൽ കലാമിനോട് മുമ്പോട്ട് പോകാൻ പറയുകയും ചെയ്തു. അപ്പൊ അബ്ദുൽ കലാം പറഞ്ഞു, സാറിലെ നിങ്ങളല്ലേ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതായത് അതിന്റെ പോസിറ്റീവ് റിസൾട്ട് വരുന്ന സമയത്ത് അവർക്ക് അത് പരിപൂർണമായി കൊടുക്കുകയും മാറി നിൽക്കുകയും, നെഗറ്റീവ് വരുന്ന സമയത്ത് ഒരു നഗൂരം ഇട്ടുകൊണ്ട് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ഡെലിഗേഷനെ കുറിച്ചാണ്. ഇതിൽ കുറെ പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ട്. നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതുക, പിന്നെ റോളുകൾ എഴുതുക, ആക്ഷൻ പ്ലാനിന് ഡേ ബൈ ഡേ, മൊമെന്റ് ബൈ മൊമെന്റ്, ഫ്രാക്ഷൻ ഓഫ് ദി സെക്കൻഡ് ഡൂയിങ് ഇറ്റ്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൂന്നാമത്തെ സിദ്ധിവിശേഷമായ ഇൻഡിപെൻഡന്റ് വില്ലാണ്. ഇത് നിയന്ത്രണത്തിന് നമുക്ക് കാതോർത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പിൾസ് പാരഡൈംസ് മറക്കരുത്. എങ്ങനെയാണ് പാരഡൈം ഷിഫ്റ്റ് വരുത്തുന്നത് മനസ്സിലാക്കണം. ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനാത്മക വ്യക്തിത്വം എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയായി മാറുന്നതിന് ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൂടുതൽ സമയമെടുത്ത് നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ടാണ് കേട്ടോ, സോറി. ഓക്കെ സുജിത്തിന്റെ ഇന്നത്തെ അകത്ത് കുറച്ച് നെറ്റ്വർക്ക് പ്രോബ്ലംസ് വന്നു. ഒരു പൂർണ്ണതയ്ക്ക് ഇതില്ല. ഞാനൊന്ന് പറയാം, ഒന്ന് കറക്റ്റ് ചെയ്തോണേ, കാരണം പലർക്കും സംശയം ഉണ്ടാകും. ഇത് റോൾസ് ആൻഡ് ഗോൾസ് എന്ന് പറയുന്നൊരു ഏരിയ ആണെന്ന് പുതിയതായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ 2 പോയിന്റ് ടൈം മാനേജ്മെന്റും എനർജി മാനേജ്മെന്റും. അതിൽ തന്നെ അതിനെ ഡിവൈഡ് ചെയ്യുന്നത് വിഷൻ, ഡിസിപ്ലിൻ, പാഷൻ ആൻഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ തലത്തിൽ നിന്നുകൊണ്ടാണ്. പിന്നെ നമ്മൾ അതിലേക്ക് റോൾസിലേക്ക് വരുമ്പം പ്രധാനമായിട്ടുള്ള റോൾസ് ആണോ ഗോൾസ് ആണോ, അർജന്റ്, ഇമ്പോർട്ടന്റ്? സാറേ, ഇതില് ഞാൻ പറഞ്ഞത് ഒന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാവേ. അതിന്റെ പറയുകയാണെങ്കിൽ ഇന്ന് പുതുതായി പറഞ്ഞത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. വാട്ട് വൺ തിങ് കുഡ് യു ഡു ആറിംഗ് ഡൂയിങ് വാട്ട് എ ട്രെമൻഡസ് അച്ചീവ്മെന്റ് ഇൻ യുവർ ലൈഫ് ആറിംഗ് ഡൂയിങ് നൗ. നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെന്റ് വരിക എന്ന് നമ്മൾ എഴുതി വെക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ വിശദീകരിക്കുക. അതിലാണ് ഇമ്പോർട്ടന്റ്, അർജന്റ് എന്ന് പറയുന്നത്. നമ്മൾ അർജൻസിയിലാണ് നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകൾ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഉണ്ട്. അതിന് ഞാൻ ക്വാഡ്രന്റ് 2 കുറിച്ച് പറഞ്ഞു. ബാക്കിയുള്ളത് അപ്രസക്തമാണ്, അതിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ പ്രധാനമുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുകയും
അതിനനുസരിച്ച് നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ട് ആ റോളുകൾ നമ്മൾ പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പ്ലേ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇന്റഗ്രിറ്റിയോടൊപ്പം മറ്റുള്ളവർക്ക് ഒരു ഡെലിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് മാത്രമേ ഹൈലൈറ്റ് ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് തന്നെയാണ്. അതായത് പേഴ്സണൽ മാനേജ്മെന്റിൽ ലാസ്റ്റ് ഡിസിപ്ലിൻ ആണ് അതിന്റെ പ്രധാന കാതൽ എന്ന് പറയുന്നത്. അതിൽ പാരന്റൽ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ചെറുപ്പം മുതലേ പാരന്റ്സ് നമ്മളെ ഡിസിപ്ലിൻ പഠിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ വലുതാകുന്ന സമയത്ത് നമ്മളെ ആരും ഡിസിപ്ലിൻ പഠിപ്പിക്കാനില്ല. അപ്പൊ നമ്മൾ സ്വയം ഡിസിപ്ലിൻഡ് ആവണം. അതായത് നമ്മൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള പല വിളികളും വരുന്ന സമയത്ത് നമ്മൾ ഈ പ്രിൻസിപ്പിൾസിനെ ഓർത്തുകൊണ്ട്, നന്മയെ ഓർത്തുകൊണ്ട് നമ്മൾ സ്വയം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് ഡെലിഗേഷൻ നമ്മൾ സ്വയം ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുള്ളതാണ്, കുട്ടികളുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട്. അതുപോലെ വളരെ ചെറിയ പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് തന്നെയാണ്, അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ അർജന്റ് ഇമ്പോർട്ടന്റ് റോളിലാണോ ഗോളിലാണോ? ഇതില് ഒന്ന് പറയാം, നമ്പർ 1 വരുന്നത് നമ്മൾ തന്നെയാണ് പ്രോഗ്രാമർ, സെൽഫ് അവയർനെസ്. നമ്പർ 2 വരുന്നത് അതായത് അത് റൈറ്റ് എന്ന് പറഞ്ഞാൽ മിഷൻ സ്റ്റേറ്റ്മെന്റ്. നമ്പർ 3 വരുന്നത് ഗോൾസ്, അതായത് ഗോളുകൾ. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ മിഷൻ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന റോൾസ് തന്നെയാണ് ഗോളായി വരുന്നത്. അതായത് ഗോള് അത് നടത്തുക, റൺ ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻഡിപെൻഡന്റ് വിൽ എന്ന് പറഞ്ഞ ശക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ പ്രാവർത്തികമായി പ്രവൃത്തി വിധേയത്തിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പം എങ്ങനെയാന്ന് വെച്ചാൽ അതിന് പ്ലാനിങ്ങും ഷെഡ്യൂളുകളും ഉപയോഗിക്കുന്നത്. ഒന്നും കൂടി പറയാം, മനസ്സിലായി സാറേ? അതെ സാറേ, മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ്. രണ്ടാമത് വരുന്ന പോയിന്റ് റോൾസ് ആണ്. മൂന്നാമത് വരുന്ന ഗോൾസ് ആണ്. ഗോൾസ്. പിന്നെ പ്ലാനിങ്ങിലെ 2 സെക്ടറാണ്, ഷെഡ്യൂളിങ്ങും ഡെലിഗേഷനും. നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. പിന്നെ ഡെലിഗേഷൻ എന്ന് പറയുന്നത് 2 തരത്തിൽ പറഞ്ഞു ചെയ്യിക്കുക. അത് ചെയ്യേ, ഇത് ചെയ്യേ, നീ എന്താ അത് ചെയ്യാത്ത, അത് ചെയ്യുക. എന്നിട്ട് നമ്മൾ എപ്പോഴും അവരുടെ കാര്യങ്ങളിലേക്ക് കൈ കടത്തിക്കൊണ്ട് ചെയ്യുന്നതിന് പകരം അവരെ നടത്തിപ്പ് ചുമതലപ്പെടുത്തിക്കൊണ്ട് മാറി നിന്ന് അവർക്കത് കരുത്തുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടി. റോൾസ്, ഗോൾസ്, പ്ലാനിങ്സ് ആൻഡ് ഡെലിഗേഷൻസ്. അത് മിഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്നുമാണ് വരുന്നത്. മിഷൻ സ്റ്റേറ്റ്മെന്റ്, റോൾസ്, ഗോൾസ്, പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, ഡെലിഗേഷൻ. ഓക്കെ 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 അപ്പൊ താങ്ക് യു വെരി മച്ച് സുജിത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പേഴ്സണൽ മാനേജ്മെന്റ് എന്ന തലത്തിലാണ് സംസാരിച്ചത്. ആ ഒരു തലത്തിലും അതുപോലെ കഴിഞ്ഞ 3 ദിവസങ്ങൾ നടത്തിയ ക്ലാസിന്റെ ഒരു നക്ഷലും കൂടെ സുജിത് വളരെ കൃത്യമായി പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ള തരത്തിൽ, അതായത് ആ പേഴ്സണൽ മാസ്റ്ററിയിലേക്ക് പോകാൻ വേണ്ടി പേഴ്സണൽ മാനേജ്മെന്റിലേക്ക് കടന്നു വരാൻ വേണ്ടി ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണമെന്നും അതിന്റെ പാർട്ടായിട്ട് റോളും ഗോളും പിന്നെ പ്ലാനിങ്ങിനകത്ത് ഷെഡ്യൂൾ ആൻഡ് ഡെലിഗേഷൻ, ഈ 2 ഏരിയാസും കൂടെ പറഞ്ഞു. അപ്പൊ താങ്ക് യു വെരി മച്ച് സുജിത്. ആർക്കെങ്കിലും ഡൗട്ട്സ് ചോദിക്കാം. ചോദിച്ച് സുജിത് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. ചില ഭാഗങ്ങളൊക്കെ ബ്രേക്ക് ആയി പോയി. സുജിത്ത് പറഞ്ഞതിന്റെ ചില പോർഷൻസ് ഒരു ബ്രേക്ക് പോലെ ഫീൽ ചെയ്തു. അപ്പൊ ശരിക്കും ഒരു കണ്ടിന്യൂറ്റി കിട്ടിയില്ല ചിലതിനകത്ത്. ഇനിമേ നിങ്ങൾക്ക് ഒന്നും കൂടെ ചോദിക്കാം, ഏതെങ്കിലും പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ ഭാഗം ഒന്നും കൂടെ സുജിത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയും. സാറേ, എനിക്ക് 7:15 ഒരു ക്ലാസ്സിൽ പോകേണ്ടതുണ്ട്. 7:15 കുട്ടികളുടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ഓക്കെ സാർ. ഓക്കെ. സാറേ, അടുത്ത ക്ലാസ്സിൽ ഇത് സമ്മറി ചെയ്തിട്ട് അടുത്തേക്ക് പോകുള്ളൂ. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഇന്ന് ആ ബ്രേക്ക് വന്നപ്പോൾ ചില പോർഷൻസ് കണക്ട് ചെയ്തതിന്റെ എന്തോ ഒരു പ്രശ്നം. വേറെ ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതൽ ഒരു ജനറലൈസേഷൻ പറയാനുണ്ട്? പേഴ്സണൽ മാനേജ്മെന്റ് സ്റ്റാറ്റസ് ഇൻവോൾവ് ആവുന്നുണ്ട്. സ്റ്റാറ്റസ് സാറേ, സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റോളാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് റോൾ ഉണ്ടല്ലോ. അപ്പൊ സ്റ്റാറ്റസ്, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ആണ് അത് മെയിൻ ആയിട്ട് വരുന്നത്. പേഴ്സണൽ മാസ്റ്ററി ഓഫ് സക്സസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായി ഭരണഘടന എഴുതി വെക്കുകയാണ്. അത് റൂൾസ് ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻ. നമ്മൾ ഇന്നത് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതുക. അതായത് ഇപ്പൊ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയുള്ള പാരന്റ് ആയിരിക്കണം, അപ്പം നമ്മൾ എന്തൊക്കെ എഴുതണം, അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോയിന്റുകളൊക്കെ കൊണ്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, TA അപ്ലൈ ചെയ്യാൻ പറ്റും.
അതേപോലെ തന്നെ നമുക്ക് പബ്ലിക് ഇനിയാഗ്രാം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ബെറ്റർ ആക്കി വെക്കാം. ഈ മിഷൻ സ്റ്റേറ്റ്മെന്റ് പിടിച്ച് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. നമ്മൾ ഏതൊക്കെ എവിടുന്ന് കിട്ടുന്നോ ഏറ്റവും, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മളെ മകന് എന്താണ് ഫീൽ ചെയ്യുക, അതായത് നമ്മളുടെ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എല്ലാ കാര്യങ്ങളും. അത് കൂടുതൽ അവളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ ഇമോഷണൽ ബാങ്ക് നെക്സ്റ്റ് ഒരു തിയറി ഉപയോഗിക്കുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻഡിവിജ്വൽ. അവരെ മനസ്സിലാക്കുന്നതോടൊപ്പം അവരുടെ ഇഷ്ടങ്ങളും കൂടി മനസ്സിലാക്കുക. നമ്മുടെ കൊച്ചിനെ മനസ്സിലാക്കുന്നതോടൊപ്പം അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ വീട്ടിൽ സമയത്ത് അവൻ പെയിന്റർ ആണെങ്കിൽ നമുക്കൊരു പെയിന്റിങ്ങിന്റെ ഒരു സാധനം കൊണ്ട് കൊടുക്കാം, ബുക്ക് കൊണ്ട് കൊടുക്കാം. അവന് ഫുട്ബോൾ കളി ഇഷ്ടമാണെങ്കിൽ നമുക്ക് അവൻ കളിക്കുന്ന ഗ്രൗണ്ടിൽ ഒന്ന് പോയി നിൽക്കാം. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവൻ വരുന്ന സമയത്ത് പിടിക്കാം. അത് വീട്ടിലെത്തുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് സ്ട്രിക്റ്റ് ആയ പാരന്റ് ആവാം, ആ സമയത്ത് വേറെ റോളാണ്. അപ്പൊ ഈ പാരന്റ് എന്ന് പറയുന്ന റോളിൽ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അഭിനയിക്കാം. എന്താ സാർ കേട്ടില്ല? ഇതില് റോൾസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഇപ്പൊ സാറിന്റെ റോളുകൾ എന്തൊക്കെയാണെന്ന് സാറിന് എഴുതിയാലേ മനസ്സിലാവുള്ളൂ. സാറിന് എന്തൊക്കെ റോൾ ഉണ്ട്? പേഴ്സണൽ മാനേജ്മെന്റിലാണ്. പേഴ്സണൽ മാനേജ്മെന്റ് സ്റ്റാറ്റസ്, അവരുടെ പേഴ്സണൽ സ്റ്റാറ്റസ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ എന്തെങ്കിലും വരുന്നുണ്ടോ, അത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് ആദ്യത്തെ ചോദ്യം വന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇതാണ്. അതായത് ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ എന്തൊക്കെ പേഴ്സണലായിട്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, രണ്ടാമത് ഒഫീഷ്യൽ ആയിട്ടുള്ള എന്താ ബെനിഫിറ്റ് ഉണ്ട്. ഈ പറയുന്ന തിയറി എല്ലാം നമ്മുടെ ഒഫീഷ്യലായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ തൊഴിലിടത്തിലും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഇത് നമുക്ക് എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ ആണ്. അതിന് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇത് തിയറി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ പ്രാക്ടിക്കൽ ഉണ്ട്. പ്രാക്ടിക്കൽ ഈസിയാണ്. അതായത് നമ്മളിരുന്ന് എഴുതുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ ഓരോ റോളുകൾ എഴുതും. അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് അതിൽ കൊടുക്കേണ്ടത് അത് നമ്മൾ തിരുത്തുന്നതാണ് കേട്ടോ. അത് ഒറ്റ ദിവസം കൊണ്ട് എഴുതി തയ്യാറാക്കുന്നതല്ല. എല്ലാ ഞായറാഴ്ചയും വീക്കിലി പ്ലാൻ. അതായത് ഇന്ന വീക്കില് ഞാൻ അമ്മയോടൊപ്പം ചെലവഴിക്കാം. അത് ഭാര്യയോട് പറഞ്ഞിട്ടാണ്. അമ്മ എന്റെ അടുത്തുനിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് അനിയന്റെ കൂടെ താമസിക്കുന്നത്. അപ്പൊ ഞായറാഴ്ച ദിവസം വൈകുന്നേരം അമ്മയോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭാര്യയോട് പറയുന്നു. അതിനുശേഷം ഞാൻ ആ ദിവസം ഞാൻ വണ്ടിയെടുത്ത്, അത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ അമ്മയോട് വിളിച്ചു പറയും, അമ്മ എനിക്ക് ആ ചമ്മന്തി കറി വേണം. അമ്മ വെച്ചിരുന്നിട്ട് അമ്മയുടെ അടുത്ത് ചെല്ലുക, അമ്മയുടെ അടുത്തൊന്ന് കൂടിയിരിക്കുക, അമ്മയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക, അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 2 മണി, ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അമ്മയുടെ മനസ്സിൽ തറച്ചു നിൽക്കത്തക്ക രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ വിദേശത്തുള്ള ഒരാളൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ ഫോൺ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ വ്യക്തികളെ അനുസരിച്ച് വ്യത്യസ്തമാണ്, ഓരോ റോളുകളും. അതായത് ഭാര്യനെ കൂട്ടിക്കൊണ്ടല്ല അമ്മയുടെ അടുത്ത് പോകേണ്ടത്. അതായത് ഭാര്യയോടൊപ്പം ചെലവഴിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ ഒരുമിച്ച് പോകുന്ന പിക്നിക് അല്ല. ഭാര്യയോടൊപ്പം ഒരു നടത്തം, ഇല്ലെങ്കിൽ ഭാര്യ അടുക്കളയിൽ ഒറ്റയ്ക്കുള്ള സമയത്ത് ചെന്ന് സംസാരിക്കുക, ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് ഹഗ് ചെയ്യുക, ഒരു ഉമ്മ കൊടുക്കുക. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ഇമ്പോർട്ടന്റ്. പല ആളുകൾക്കും പലരായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അവർ പറയുന്ന കേൾക്കണം. ഓഫീസ് വിട്ട് വരുന്ന ഭാര്യയോടൊപ്പം അവള് കുറെ കഥകളായിരിക്കും പറയുന്നുണ്ടാവുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നീ ഒന്ന് കുറെ ദിവസമായെന്ന് പറയാതെ ഇരുന്നിട്ട് നമ്മൾ ആ ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കാൻ വേണ്ടി ക്ഷമയോട് കൂടി എമ്പതിക് ലിസണിങ് എന്ന് പറയുന്ന നമ്മുടെ തിയറി അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് കേട്ടിട്ട് അതിനെ അഭിപ്രായം ചോദിക്കുക. ചിലപ്പോൾ അതായിരിക്കും സന്തോഷം നൽകുന്നുണ്ടാവുക. അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. നമ്മുടെ ജോലിക്ക് പോകുന്ന സമയത്തും നമ്മുടെ സബോർഡിനേറ്റ്സിനോട് നമുക്ക് ഭയങ്കര അവിടെ ചെല്ലുന്ന സമയത്ത് ഒന്ന് വിഷ് ചെയ്യുക, അവരൊന്ന് തോളെ തട്ടുക, എന്ന് സംസാരിക്കുക. അതിനുശേഷം ജോലി സമയത്ത് നിങ്ങൾ ജോലിക്കാരനായിക്കോളൂ, അവരോട് ജോലി സമയത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറയാം. പക്ഷെ അവന്റെ ഉള്ളിൽ ഓർമ്മയുണ്ടാവുക പുറത്ത് വന്ന് നിങ്ങൾ തട്ടുന്നതായിരിക്കും. ഒരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ കുട്ടിയോട് ക്ലാസ്സിൽ നിന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ ഒരു അടി കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷെ പുറത്തിറങ്ങുന്ന സമയത്ത് ആ മാഷായിട്ടല്ല അവന്റെ മുമ്പിൽ വരേണ്ടത്. അവന്റെ മുമ്പിൽ വന്ന് അവന്റെ ഒരു കൂട്ടുകാരനായിട്ട്, അവനെ അറിയുന്ന ആ ഒരു ഇതായിട്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, മോനെ നിന്നെ അടിച്ചത് എന്താണെന്നറിയോ, പഠിക്കാത്തതുകൊണ്ടല്ലേ, നിന്നെ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്, അത് ചെറിയ കുട്ടിയാണെങ്കിൽ ഒരു ഉമ്മയെ കൊടുത്തിട്ട് പോകാൻ നമുക്ക് നോക്കണം കേട്ടോ. അത് ഓരോ സ്ഥലത്തും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതായത് ടീനേജുകാരിയായ ഒരു പെൺകുട്ടിയോട് ചെന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ രീതിയിലായിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത്. അതിനാണ് നമ്മൾ ഈ ഇത് ഉപയോഗിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക, അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ കോൺഷ്യസ്നെസ്, അതിന് മേലെ കിടക്കുന്ന നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, ഒരു നീതിബോധം എന്ന് പറയും, ഒരു ഇന്നർ വോയിസ്. അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ആക്ഷൻ എടുക്കുക. ഈ ആക്ഷൻ പാർട്ടാണ് ഞാൻ പറഞ്ഞത്. അത് അപൂർണമാണ്. അത് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി വ്യക്തമാക്കാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ സാർ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ സാർ. ഹലോ സുജിത് സാർ. ഹലോ, കേൾക്കാം. ഗുഡ് ഈവനിങ് സാർ. സാറിന്റെ ക്ലാസ് വളരെ എൻറിച്ച്ഡ് ആയിരുന്നു സബ്ജക്റ്റ് വൈസ്. ഞാനൊരു ചോദ്യം ഇതാണ്, നമ്മുടെ ചിന്തകളാണ് പ്രവൃത്തികളായിട്ട് മാറുന്നതെന്ന് സാർ പറഞ്ഞു. അത് ഞാൻ 100% അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പലപ്പോഴും പ്രവർത്തിക്കാറില്ലേ? ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു പട്ടി കടിക്കാൻ വരുന്നു, നമ്മൾ ചിന്തിച്ചിട്ടാണോ നമ്മൾ അവിടെ പ്രവർത്തിക്കുക? അതുപോലെ തന്നെ ജീവിതത്തില് നമ്മളൊരു വണ്ടി ഇടിക്കാൻ വരുന്നു, ആ സമയത്ത്
നമ്മൾ എന്തെങ്കിലും ചിന്തിച്ച ശേഷമാണോ നമ്മളവിടെ പ്രവർത്തിക്കുക? അതിന് ഒരു എക്സ്പ്ലനേഷൻ. പിന്നെ അതുകൂടാതെ നമ്മുടെ പ്രവൃത്തിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നമുക്കൊരു ചിന്ത വന്നു, നമ്മൾ പ്രവർത്തിച്ചു, അതിന്റെ ബെനിഫിറ്റ് എന്താണ്? അതും കൂടി സാർ ഒന്ന് പറയുമോ? ഓക്കെ സാർ. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ റിയാക്ട് ചെയ്യും. അതായത് ഈ പ്രൊഡക്ടിവിറ്റിയിലാണ് ഈ ചിന്തയുടെ തലമുള്ളത്. റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നതാണ്. അതായത് അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസി എന്ന് പറയും. ആ ഒരു ഇതിനെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് കോൺഷ്യസ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ അതിനുശേഷം വണ്ടി ഓടിക്കുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ചെയ്യുന്നത്. അതിൽ ചിന്തയ്ക്ക് പ്രസക്തി ഇല്ല. അതെങ്ങനെയാ വെച്ചാൽ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് അത് നമ്മുടെ തലച്ചോറിലുള്ള ഒരു പാത്വേ ഉണ്ട്, ന്യൂറൽ പാത്വേ എന്ന് പറയും. അതിന് ബിലീഫ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നമ്മൾ മുമ്പുള്ള എക്സ്പീരിയൻസിന് വെച്ചിട്ട് വരുന്നതാണ്. അത് ചെയ്യുന്നത് ഇപ്പൊ ഒരു പട്ടി കടിക്കുന്നതും റോബോട്ട് പ്രതികരിക്കുന്നതും എല്ലാം ചിലപ്പോൾ ആ റിയാക്ഷൻ ഏത് സമയത്ത് സംഭവിക്കാം. അതായത് ചിലപ്പോൾ നമ്മൾ തേങ്ങ മേലെ നിന്ന് വീഴുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടല്ല മാറുന്നത്, സെക്കൻഡ് വെച്ച് മാറും. അത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനമാണ്. പക്ഷേ ഈ കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ബോധ തലത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പാരഡൈം ഷിഫ്റ്റ് വരുത്താം? അതെങ്ങനെ നമ്മുടെ ആക്ച്വൽ, അതായത് ഞാൻ ദേഷ്യക്കാരനാണെന്ന് വിചാരിക്കും സാർ, ഞാൻ ദേഷ്യക്കാരനാണ്, എന്തിന്? പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ ദേഷ്യപ്പെട്ടാണ് ഒരു ഹാബിച്വൽ പാറ്റേണിലേക്ക് വന്നത്. അതെന്റെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഞാൻ ചിന്തിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദേഷ്യപ്പെടും. അതെന്താണെന്ന് വെച്ചാൽ എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്റെ തലച്ചോറിൽ വന്നിരിക്കുന്ന പാരഡൈംസ് ആണത്. ആ പാരഡൈംസ് മാറ്റണമെങ്കിൽ ഞാൻ ബോധപൂർവ്വം ശ്രമിക്കണം. അപ്പൊ അതിനുവേണ്ടി വിഷ്വലൈസ് ചെയ്യുക. അത് പല പ്രവൃത്തികളും നമ്മൾ ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കുമ്പോൾ സാറ് തിരിച്ച് സംസാരിക്കുന്നത് ചിന്തിച്ചിട്ടാണ്. അതേ സമയത്ത് സാർ ഇപ്പം വരുമ്പോഴത്തേക്ക് പാമ്പ് വന്നു കഴിഞ്ഞാൽ സാർ ഉപയോഗിക്കുന്നത് ചിന്തിക്കാതെയാണ്. അത് സബ് കോൺഷ്യസ് മൈൻഡാണ്, ഫീഡ് ചെയ്തിരിക്കുന്നതാണ്. അത് കണ്ടീഷനിങ് എന്ന് പറയും. നമ്മുടെ എല്ലാ തലച്ചോറ് കണ്ടീഷനാണ്. മിക്ക ആളുകളും കണ്ടീഷൻ ചെയ്തിട്ടാണ്. മുമ്പ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഭാര്യ ചായ ഇത് വരുന്നത് ഉപ്പിന് കുറച്ച് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പഴയ ഇത് വെച്ചിട്ട് അപ്പൻ അങ്ങനെയായിരുന്നു ചെയ്തത്, അത് കണ്ട് വരുന്ന മകൻ നിലയ്ക്ക് ആ സമയത്ത് പ്രതികരിക്കും. ആ സമയത്ത് സ്റ്റോപ്പ്, 1 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ ആര് അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് വിചാരവന്തി സാറൊക്കെ പറഞ്ഞില്ല ആ സ്റ്റേജ്. നമ്മുടെ ഉള്ളിലും അവരുടെ ഉള്ളിലും എല്ലാം ഒരേ ചൈതന്യമല്ലേ? നമ്പർ 1. നമ്പർ 2, നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഫലം എന്തായിരിക്കും? നമ്മൾക്ക് കുറേ തകർന്ന ഭാര്യയെ ഒന്ന് പറഞ്ഞ് ശകാരിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്താണ്? കുറെ തകർന്നടിഞ്ഞ ബന്ധങ്ങളും ചീറ്റലും ഇതൊക്കെയല്ലേ? മൂന്നാമത് വരുന്നത് ഒരു മനസാക്ഷിയുടെ മന്ത്രണം ഉപയോഗിച്ചുകൂടെ? ആ ഒരു നമ്മളൊന്ന് ക്ഷമിച്ചാൽ, ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം ശാന്തമാവും. ഈ സിറ്റുവേഷൻ ഇനിയും പോവും, കാലം ഇനിയും പോകും എന്ന് പറഞ്ഞ പോലെ കടന്നു പോവും. ഇൻഡിപെൻഡന്റ് വില്ല് എന്തിനു ഉപയോഗിക്കുന്നു? ജസ്റ്റ് അവിടെ നിന്ന് എണീറ്റ് ആ സിറ്റുവേഷൻ മാറിപ്പോ, ഫോൺ എടുത്തിട്ട് ഏതെങ്കിലും വാട്സപ്പിൽ ജോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കാം, അങ്ങോട്ടും ആ സിറ്റുവേഷൻ ഇൻഡിപെൻഡന്റ് വില്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ചെയ്യുന്നത്. അതേ സമയത്ത് പരമ്പരാഗത രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ചെയ്യൂ എന്നുള്ള വാല്യൂ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ റിയാക്ട് ഇറ്റ്. അത് നിങ്ങൾ അത് ഓരോരുത്തരെയും പോസിബിലിറ്റി തരാം. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നു, നമുക്ക് എങ്ങനെ മാറാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഫ്രീഡം ആൻഡ് പവർ ടു ചൂസ് എന്ന് പറയുന്നത് വിക്ടർ ഫ്രാങ്ക്ലിൻ തിരിച്ചറിഞ്ഞത് നാസി ക്യാമ്പിൽ കിടക്കുന്ന സമയത്താണ്. മഹാത്മജി ഗീത വായിച്ച സമയത്തോ അദ്ദേഹത്തിന്റെ ഒരു ബ്രിട്ടീഷുകാർ വണ്ടി അടിച്ചിട്ട് പുഴയെ പോയി കിടന്നപ്പോഴാണ്. അതേപോലെ ഓരോരുത്തരും തിരിച്ചറിയുന്ന അത്തരം ചില സിറ്റുവേഷൻസ് നമ്മളൊന്നും അല്ല നമ്മൾ തിരിച്ചറിയുന്നു. അതായത് നമ്മൾ ഈ കാണുന്ന ഈ പോലീസുകാരനോ അല്ലെങ്കിൽ പട്ടാളക്കാരനോ ഇതൊക്കെ എല്ലാവരുടെ ഉള്ളിലും ജീവൻ സെയിം ആണെന്ന്, അപ്പുറത്തേക്ക് പാകിസ്ഥാൻകാരനാണെന്ന് കാണുന്ന ഒരു മനുഷ്യനെ ചെയ്യണം. നമ്മുടെ കുട്ടിയിൽ ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയണം. ആ സമയത്ത് നമുക്ക് അതീശത്വമൊന്നുമില്ല. നമ്മളിലൂടെ കടന്നു വന്ന് നമ്മുടെ ഭൂമിയിൽ വന്ന് നമ്മൾ അവരെ വളർത്തി വലുതാക്കി നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ റോളാണത്. തിരിച്ചറിയുന്ന സമയത്ത് അവനോട് ദേഷ്യപ്പെടരുത്. അതായത് അവന്റെ സ്വത്വത്തിന്, അവന്റെ വ്യക്തി, കാരണം അവന്റെ റൈറ്റ് ആയിട്ട് നമ്മൾ ആ രീതി ചെയ്യണം. പിന്നെ മൂന്നാമത് അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് സാറിന്റെ ചോദ്യം. അത് ദ മാൻ സെർച്ച് ഫോർ ദ മീനിങ് എന്ന് പറയുന്ന വിക്ടർ ഫ്രാങ്ക്ലിന്റെ വലിയ ബുക്ക് തന്നെയാണ്. ഒരു മനുഷ്യൻ തേടുന്നത് അവന്റെ മീനിങ് ആണ്. അതായത് വിചാരവിന്ദ സാർ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് എന്താണ് മീനിങ്, അതായത് അഹം എന്ന് പറഞ്ഞ സത്യാന്വേഷണം പരീക്ഷണം എന്ന് മഹാത്മജി പറഞ്ഞ പോലെ അത് തേടിയിരിക്കുന്നു. അത് തേടി നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഈ ജീവിതത്തിൽ ലക്ഷ്യം എന്ത് എന്ന്. അത് ഏകാന്തമായിരുന്ന് അവനവൻ തീരുമാനിക്കേണ്ടതാണ് ലക്ഷ്യം എന്താണ്. എന്റെ പ്രിൻസിപ്പിൾസ് എന്റെ ലൈഫ് എന്ന് പറയുന്നത് ലോകത്തിന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. പിന്നെ എനിക്ക് ചെയ്യാൻ ഫോളോ ചെയ്ത് വരികയാണ്. അത് ഞാനിതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണുള്ളത്. അതായത് ലേൺ ടീച്ച് ഡു, അതാണ് മെത്തേഡ്. ലേൺ ടീച്ച് ഡു. ഞാൻ പറയുന്നു, അതായത് ഒരാളോട് അത് ആശയം പ്രചരിപ്പിച്ച് അതിനുശേഷം ചെയ്യുന്നു. അപ്പൊ അത് കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നു. പറയുന്ന കാര്യം ചെയ്യണ്ടേ, അതാണ് ലക്ഷ്യം. അപ്പൊ ഓരോരുത്തരുടെയും
അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ വെച്ചാൽ നമ്മളിപ്പോ ഒരു പ്രവൃത്തി ഗുണകരമായി വരുന്നെങ്കിൽ ഏത് പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? അത് റിലേഷൻഷിപ്പ് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് മിഷൻ സ്റ്റേറ്റ്മെന്റ് എല്ലാ കമ്പനികൾക്കും മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അവരെല്ലാം എഴുതിയിട്ടുണ്ട്. അത് എക്സിക്യൂട്ടീവുകൾ എഴുതി ഉണ്ടാക്കുന്നുണ്ട്, താഴെ തട്ടിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് എഴുതി ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പവർ അവർ ഒരുമിച്ചിട്ട് എഴുതുന്നതായിരിക്കും. അവർക്ക് ഒരു വ്യക്തമായതുണ്ട്. വ്യക്തമായ സാറേ? ഹലോ. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ നടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വ്യക്തമായില്ലെങ്കിൽ സാബു സാറെ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഞാൻ എന്റെ പരിമിതമായ അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ സാർ, വെരി ഗുഡ് ആൻസർ. സാറേ, ഞാൻ ഇതിനോടൊന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും സാർ. നമ്മുടെ മുമ്പിലുള്ളത് ആരെന്ന് നോക്കാതെ ഞാൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി, എന്റെ കർമ്മം എന്തെന്ന് ഞാൻ മനസ്സിലാക്കിക്കാനാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഈ സംഭവങ്ങളെല്ലാം തന്നെ മഹാഭാരത യുദ്ധത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം തളർന്നിരുന്നില്ലെങ്കിൽ, തന്റെ മുൻപിലെ ഗുരുഭൂതന്മാരും ജ്യേഷ്ഠ സഹോദരന്മാരും ഒക്കെ കണ്ട് തളർന്നിരിക്കാതിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഗ്രന്ഥം തന്നെ അങ്ങനെയൊന്നും നമുക്ക് ലഭിക്കില്ലായിരുന്നു. അദ്ദേഹം മുന്നിൽ കണ്ടത് ഞാൻ ആരെയാണ് വധിക്കേണ്ടത്, എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുനാഥനെയോ എന്റെ ബാക്കി ബന്ധുക്കളെയോ. അവിടെ കൃഷ്ണൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്: നീ നിന്റെ ധർമ്മം ചെയ്യുക, നീ ക്ഷത്രിയനാണ്, നിന്റെ ജോലി യുദ്ധം ചെയ്യുക. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവുകയാണെങ്കിൽ മതി സർ, നമ്മുടെ ആക്ഷൻസിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ചെറിയ അറിവാണ് ഞാൻ പങ്കുവച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് സാർ. നമ്മളുടെ ജീവിതത്തെ പ്രിൻസിപ്പിൾ സെന്ററായിട്ട് ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഏത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെ ക്ഷമയോടെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. വിചാരബിന്ദു സാറിന്റെ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് തുടങ്ങി ടെക്നിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ അനാലിസിസ്, അതുപോലെ തന്നെ ഇനിയഗ്രാം, വ്യക്തികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്, റിബോണ്ട് തിയറിയൊക്കെ നമുക്ക് മനസ്സിലാക്കി അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ സഞ്ചരിച്ച് അവസാനം വിചാരബിന്ദു സാറിന്റെ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിച്ചേരും. ആത്മീയ തലവും സാമൂഹിക ഈ പറയുന്ന സോഷ്യോളജി, ഇപ്പൊ നമ്മൾ ആത്മീയം എന്ന് പറയുമ്പോഴത്തേക്കും മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞ ഫിസിക്സും മെറ്റാഫിസിക്സും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലൊക്കെ മനുഷ്യർ കാണുന്നു. പക്ഷെ ഇത് തമ്മിൽ ഒരു ലൈഫിൽ ഏറ്റവും പ്രാതിനിധ്യം ഒരേപോലെയാണ്, രണ്ടും തമ്മിൽ ഒരേപോലെ തന്നെയാണ്. ചേർത്ത് പിടിച്ചാലാണ് പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു സത്യമാണ്. വിചാരബിന്ദു സാർ പറഞ്ഞോളൂ. ഇവിടെ പ്രസ്താവിച്ച എല്ലാ കാര്യങ്ങളും വളരെ ശരിയാണ്. അത് പ്രാവർത്തിക സ്ഥലത്തിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സുജിത്ത് പറഞ്ഞതുപോലെ യു ക്യാൻ ഹാവ് എ റെക്കോർഡഡ് ഡയറി whereby you can for a primary deliverance of all these effective measures tools, you can have a recorded track, and then make it a point that all these comes without any kind of prompting, without any kind of seeking for, it must come automatically. അത് മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. യജമാനെ കണ്ടാൽ പട്ടി വാലാട്ടുന്നത് ഇത് യജമാനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് വാലാട്ടുന്നത്. വേറെ ആരെങ്കിലും കണ്ടാൽ അത് വാല് വളരെയധികം കൂർപ്പിച്ചു നിൽക്കുന്നത് തന്റെ യജമാനനല്ല എന്ന് അറിഞ്ഞിട്ടുമാണ്. അപ്പൊ ഈ ഒരു വിചാര ശക്തി മനുഷ്യനല്ല എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ പ്രബലമായി നിൽക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യൻ ചെയ്യേണ്ട ഏക കാര്യം തൻ്റെ മനസ്സിൽ തൻ്റെ മുൻപിൽ വരുന്ന പ്രോബ്ലംസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഇത് കർത്തവ്യ മൂഢത ഇല്ലാതെ നോക്കുകയാണ്. അവിടെ ഏറ്റവും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത് നാം തന്നെയാണ്. നിർനിമേഷനായി നാം നിൽക്കുക, without any kind of preoccupied ideas in us. അവൻ ഒരു പെശകാണ്, അവൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ കയറ്റാൻ പാടില്ല, അവനോട് ഞാൻ വളരെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ പെരുമാറാവൂ
എന്നുള്ള ഒരു പ്രീ ഓക്കുപ്പൈഡ് ജനറലൈസേഷൻ ഉണ്ട് എങ്കിൽ നമ്മുടെ മുമ്പ് വരുന്നവരെ എല്ലാം നാം ഈ ഒരു കണ്ണുകൊണ്ട് വേർതിരിച്ച് കാണേണ്ടി വരും. മറിച്ച് സിറ്റുവേഷൻ ഡിമാൻഡ്സ് യുവർ ആക്ഷൻ. അതാണ് ഇവിടെ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ആക്ഷന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു മകന്റെ മുൻപിൽ നാം ചില പ്രത്യേക അധികാരങ്ങളോ പ്രത്യേക ഉത്തരവാദിത്തങ്ങളോ കയ്യിലെടുത്തുകൊണ്ട് ആ മകനോട് പറയുന്ന രീതിയിൽ അടുത്ത വീട്ടിലെ പയ്യനോട് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായില്ല എന്ന് വരും. ആ പയ്യൻ പറയും, ഇയാൾക്ക് എന്തോന്ന് കാര്യം എന്നോട് പറയാം, എനിക്ക് എൻ്റെ അച്ഛനുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ സ്വന്തം മകനോട് കാണിക്കുന്ന ഒരടുപ്പവും ഇഴയടുപ്പവും മറ്റും വേറെ ഒരാളിനോട് കാണിച്ചാൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കണം. ഇതാണ് മനുഷ്യനുള്ള ഏറ്റവും വലിയ വിവേചന അധികാരവും വിവേചന ശക്തിയും. നേരെ മറിച്ച് ഒരു പട്ടിക്ക് ഇന്ന് നിങ്ങളുടെ വീട്ടിലെ പട്ടിയായിരുന്നുവെങ്കിൽ കുറച്ച് ദിവസം ഒരാഴ്ച വേറൊരു വീട്ടിൽ കൊണ്ട് കെട്ടിയതിനു ശേഷം അവിടെ ദിവസവും ആഹാരം കൊടുത്ത് വളർത്തുന്ന യജമാനെ കാണുമ്പോൾ ആ പട്ടി യജമാനത്തെ സ്വഭാവം അവിടെയും കാണിക്കും. അതിനാണ് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്ക് ഫിഡിലിറ്റി. ഫിഡിലിറ്റി ഡോഗിനുള്ള ഒരു പ്രത്യേക സ്വഭാവമാണ്. മനുഷ്യൻ അങ്ങനെയല്ല. ആര് വന്നാലും അവനെ മുൻവിധി ഇല്ലാതെ സ്വീകരിക്കുകയും സാഹചര്യത്തിനനുസരിച്ച് അവനോട് റിയാക്ട് ചെയ്യും പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ പ്രത്യേകത. ഇതിന് എഴുതി തയ്യാറാക്കി വെച്ച ഒരു പരിശീലന പദ്ധതിയുണ്ട് എങ്കിൽ തെറ്റുകൂടാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് സുജിത്ത് ഇവിടെ പറഞ്ഞത്. ഏതായാലും പ്രായോഗിക ജീവിതത്തിൽ അതിൻ്റെ സ്നിഗ്ധത കാത്തു സൂക്ഷിക്കാൻ ഈ എല്ലാ കാര്യങ്ങളും വളരെയധികം സഹായിക്കുമെന്നുള്ളത് സംശയലേശമെന്നെ നാം മനസ്സിലാക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം. വേറെ ആർക്കാണ് സംസാരിക്കാനുള്ളത്? സുജിത്ത് കേൾക്കുന്നുണ്ടോ? സാറ് കേൾക്കുന്നുണ്ട്. ഓക്കെ. സുജിത്തിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. നമുക്ക് ജോസ് കുര്യൻ സാർ, തോമസ് സാർ. ഓക്കെ സുജിത്ത്, അപ്പൊ നെക്സ്റ്റ് അടുത്ത ദിവസം എടുക്കുന്നത് എന്നാന്ന് പറഞ്ഞേക്കും, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും. ഇതിപ്പോ ഞാൻ സംസാരിച്ചത് പേഴ്സണൽ മാസ്റ്ററി ഓഫ് സക്സസ് ആണ്. സാറ് സൗണ്ട് കട്ടാവുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞോളൂ. പേഴ്സണൽ മാസ്റ്ററി ഓഫ് സക്സസ് ആണ്. അതിനുശേഷം ഇനി പബ്ലിക് വിക്ടറിയുടെ ഫാക്ടർ ആണ്. അത് പ്രിൻസിപ്പിൾസ് ഓഫ് എംപതിക് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് എങ്ങനെയാണ് എംപതി കമ്മ്യൂണിക്കേഷൻ, അതിന്റെ കുറെ പ്രിൻസിപ്പിൾസ്. പിന്നെ ക്രിയേറ്റീവ് കോപ്പറേഷൻ, ദെൻ സിനർജി, എങ്ങനെയാണ് നമ്മുടെ എനർജികൾ ചേർന്നിട്ട് ഒരു സിനർജി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ബാലൻസ്, സെൽഫ് റിന്യൂവൽ അടുത്ത സെഷനിൽ വരുന്നത്. ഇത് നമ്മുടെ ഈ 4 Ls, ലിവിങ്, ലവിങ്, ലേണിംഗ്, ലെഗസി, ഹൗ ടു ബിൽഡ് എ ലെജൻഡറി ലൈഫ് സ്റ്റൈൽ എന്നുള്ള ലെഗസിയിലേക്ക് നമ്മുടെ ഈ 4 Ls എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളത്, അതിനെ നമ്മൾ ഒന്ന് ഷാർപ്പൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് സാർ. അപ്പൊ നാളത്തെ ക്ലാസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർപേഴ്സണൽ ലീഡർഷിപ്പ്, നാളത്തെ അടുത്ത വ്യാഴാഴ്ച. കേട്ടോ സാറേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത വ്യാഴാഴ്ച അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഇന്ന് സുജിത്തിന് നമുക്ക് നന്ദി പറയാം. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം കേട്ടോ. പേഴ്സണൽ മാസ്റ്ററി ആണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തലമാണ്. അപ്പൊ ആ ഒരു തലത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് സുജിത്ത് പറഞ്ഞ ആ ഷെഡ്യൂളിംഗ്, പ്ലാനിങ് ആ ഏരിയയിൽ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് നടത്താൻ പ്ലാൻ ഉണ്ട്. അടുത്ത ആഴ്ചത്തേക്ക് അതിനെ ഡിസൈഡ് ചെയ്യും. അടുത്ത ആഴ്ച ടോപ്പിനോട് കൂടി ചേർന്നുകൊണ്ട് ഒരു 2 days വർക്ക്ഷോപ്പ്, 1 hour വീതമുള്ള ഒരു വർക്ക്ഷോപ്പ് നടത്താൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്.
അപ്പൊ പേഴ്സണൽ മാസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു മാനേജ്മെന്റിന് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഏരിയയിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വർക്ക്ഷോപ്പും കൂടെ അടുത്ത ആഴ്ച നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സുജിത്തായിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അടുത്ത ആഴ്ചത്തെ ടോപ്പിക്കിനോട് ശേഷം ആ ഒരു വർക്ക്ഷോപ്പുമായിട്ടുള്ള കണക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് അങ്ങനെയല്ലേ സുജിത്തെ? തീർച്ചയായിട്ടും സാറേ, റിയൽ ലൈഫ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ തിയറിയുടെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഒരു കൺഫർമേഷൻ സംഭവിക്കുന്നുണ്ടോ. അതായത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ശരിക്കും അതിന്റെ ഫ്രൂട്ട്. അതാണ് ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ ആക്ഷൻ പ്ലാനിൽ വരുന്നത്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാണ് മിഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് സ്കെഡ്യൂൾ ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്, അത് വീക്കിലി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, അത് വലിയൊരു ഇതാണ്. അത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കണക്ട് ആവും. ഇതിന് പ്രാക്ടിക്കൽ സൈഡ് സുജി സാറെ ക്ലാസ് തീർക്കാൻ പോവാണെന്ന് അറിയാം. എന്നാലും 2 വാക്ക്. വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എനിക്ക്. എങ്കിലും ആകമാനം ഉള്ള കുറെ കാര്യങ്ങളും മനസ്സിലായി. നമുക്ക് വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ പൂർത്തിയാക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം സർ. തീർച്ചയായിട്ടും സാർ. സിമ്പിൾ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ചത്തെ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പ് ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും അറിയിക്കും. അടുത്ത ആഴ്ച അനൗൺസ് ചെയ്യാം. ജസ്റ്റ് 2 days. ഒരു ഫിനാൻഷ്യൽ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. തീർച്ചയായിട്ടും നമുക്ക് സുജിത്തിനെയും ആ ഒരു പവറിലേക്ക് ഉയർത്താനുള്ള ഒരു ഹെൽപ്പും കൂടി ആവും. അടുത്ത ആഴ്ച അതിനെ കുറിച്ച് സംസാരിക്കാം. അനിത മാമിലെ ഇതുവരെയുള്ള സെഷനില്ല സാറേ ഈ പേഴ്സണൽ മാസ്റ്ററി ഓഫ് സക്സസ്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിനുശേഷമുള്ള പബ്ലിക് വിക്ടറി എല്ലാവർക്കും ഇഷ്ടമുള്ളതും എല്ലാവരും കേട്ടതും മനോഹരവുമാണ്. നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ പെരുമാറുന്നത് എന്നുള്ളത്, അതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അല്ലേ? ലൈഫിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. സൂം പോലെ ക്യാമറ പിന്നിലേക്ക് നോക്കണം. നമ്മൾ ഇത്രയും കാലം നമ്മൾ മുന്നോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അത്ര ഇഷ്ടമുള്ള വിഷയമല്ല, അതുകൊണ്ടായിരിക്കും. നമ്മളെ മാറ്റാൻ നമ്മൾ തയ്യാറല്ല, പക്ഷെ മറ്റുള്ളവരെ മാറ്റാനുള്ള ടെക്നിക്ക് എന്താണെന്ന് അന്വേഷിച്ച് നടക്കണം. പറഞ്ഞോളൂ. സുജിത് സാറിന്റെ ഇതിപ്പോ 4ാമത്തേതാണ്. ഞാന് എല്ലാം ഒന്നും നേരിട്ട് കേട്ടില്ല, പക്ഷെ ഞാൻ ഈ കേട്ടത് വീണ്ടും ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിലങ്ങോട്ട് എത്തിച്ചെല്ലാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചൊന്നും എനിക്ക് ഒന്നും ചോദിക്കാനും പറ്റാത്തത്. അതുകൊണ്ടാണ് അത് 1-2 തവണ, ഒരു തവണ കേട്ടിട്ടൊന്നും എനിക്കൊന്നും അതായത് മനസ്സിലാവുന്നില്ല എന്നല്ല, അത് ഇരിക്കുന്നില്ല. അപ്പോ ശരിക്കും ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അപ്പോഴങ്ങോട്ട് ചോദിക്കണമെന്ന് തോന്നാറുമുണ്ട്. എന്തായാലും ഈ വർക്ക്ഷോപ്പിനെ കുറിച്ച് പറഞ്ഞത് വളരെ സന്തോഷം. അത് ഒരു ആവശ്യമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും എനിക്ക് ഈ ഒരു ഇപ്പൊ വിഷൻ ബോർഡ് ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യത്തില് ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ നീട്ടി ഇപ്പൊ ഒരാളെ വിളിക്കണം എന്ന് തന്നെ വിചാരിച്ചാല് ഉടൻ ഞാൻ വിചാരിക്കും ഇപ്പൊ വിളിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാവും, അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, എന്നാൽ പിന്നെ ആവട്ടെ. അപ്പൊ ഇവരിക്കും ഇനിയിപ്പോ അവർക്ക് അങ്ങനെ ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഞാൻ അങ്ങോട്ട്. അതുപോലെ തന്നെയാണ് എന്റെ കാര്യങ്ങൾ. ഞാൻ ഇങ്ങനെ ഇട്ട് നീട്ടി കൊണ്ടുപോണ്ട് ശരിക്കും ആലോചിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഒരു വർക്ക്ഷോപ്പിന്റെ കാര്യം വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതിനിടയിൽ എനിക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഉലഹനൻ സാർ പറയുമ്പോ ഞാൻ എപ്പോഴും വിചാരിക്കും സാറ് എത്രമാത്രം ആ ഒരു സാറിന്റെ ആ ഓരോ വാക്കും പ്രയോഗിക്കുമ്പോൾ ആ ഒരു അത് എളിമയെന്നാണോ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അത്രയ്ക്ക് ഒരു വല്ലാത്തൊരു തന്നെ സാർ അങ്ങേ അറ്റം ഒരു ആ ഒരു രീതിയിൽ ആണ് സാറ് പറയുക. അത് തന്നെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു സുഖം തോന്നും. ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. ഓക്കെ സാർ, ഇപ്പം ക്ലബ് ഹൗസിൽ ഒന്ന് കയറി ഇടയ്ക്ക് കയറുന്നുണ്ട്. പക്ഷെ അതിന്റെ രീതികളും എനിക്ക് ബുദ്ധിമുട്ടായിട്ട്, അതായത് എനിക്ക് അതിനോട് ഒത്തുപോകാൻ എനിക്കും കുറെ പ്രയാസങ്ങൾ തോന്നുന്നു. മാം പറഞ്ഞത് വളരെ സന്തോഷം. ഞാൻ അങ്ങനെ ആയിപ്പോയി. എനിക്കൊന്നാമത് ചിരിക്കാനല്ലാതെ മറ്റൊരു ഭാവം അറിയാതെ ആയിപ്പോയി. കുറെ കാലം യോഗ പഠിച്ചതിന്റെ ഫലമായിരുന്നാ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സാർ, ഞാൻ 4 വർഷത്തെ കാലം ഒരു അധ്യാപകനായിരുന്നു, ട്യൂട്ടോറിയൽ അധ്യാപകൻ. എമ്പതിയാണ് എൻ്റെ മുഖഭദ്രമായി മുന്നോട്ട് കൊണ്ടുവന്നത്. അത് ഒരുപാട് കഷ്ടങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോ സത്യത്തിൽ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. വളരെ സന്തോഷമുണ്ട് മാം പറഞ്ഞതിൽ. താങ്ക് യു സർ, താങ്ക് യു.
ഓക്കെ സാർ. പിന്നെ സാബു സാർ, അപ്പൊ എനിക്ക് ഇന്നലെ ശരിക്കും എനിക്കൊരു അബദ്ധം പോലെയാണ് പറ്റിയത്. ഞാൻ രാത്രിയിൽ ഈ 9 മണിക്ക് വെപ്രാളപ്പെട്ട്, 9:09 വെപ്രാളപ്പെട്ട് ക്ലബ് ഹൗസിൽ കയറിയപ്പോൾ ഞാൻ മുഴുക്ക വായിച്ചു നോക്കി. അപ്പൊ ഞാൻ പെട്ടെന്ന് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ബാക്കി വിചാരബിന്ദു സാറിനെയും നമ്മുടെ പിന്നെ സാബു സാറിനെയും സുജിത് സാറിനും ഒന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇത് ക്ലബ്ബ് മാറിപ്പോയതാണെന്നുള്ളത്. അതും ഒരിതായിരുന്നു. എന്തായാലും ഞാൻ വിചാരബിന്ദു സാറിനെ ഞാൻ ഇന്നലെ വിളിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് ഇന്നലെയും വിളിക്കാൻ, ഇന്നലെ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ പോയിട്ട് വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ ഇന്ന് ഞാൻ അതുപോലെ വേറെ ഓരോ ഇതിനകത്ത് അങ്ങ് മുഴുകിയത് കാരണം പറ്റിയില്ല. എനിക്ക് സാറിനോട് നേരിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ സാർ, താങ്ക് യു സാർ. സാരമില്ല മാഡം, എപ്പോ സൗകര്യം കിട്ടിയോ അപ്പൊ വിളിച്ചാൽ മതി. ഒന്നും ഇതിനു വേണ്ടി മാറ്റി വെക്കണ്ട. ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് സ്പെയർ ടൈം കിട്ടുമ്പോഴത്തേക്ക് അതായിരിക്കും ഏറ്റവും സൂട്ടബിൾ ടൈം. അപ്പോഴും വിളിച്ചിട്ട് നമുക്ക് എന്ത് വേണം സംസാരിക്കാം. മാഡം ഒരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നു, എനിക്കത് നോക്കാൻ പറ്റി, അതിന് മുമ്പ് ഡിലീറ്റ് ആയി പോയത്, എന്താണെന്ന് അറിയില്ല. അത് പിന്നെ പറഞ്ഞാൽ മതി. എന്തായാലും നമ്മുടെ സംഭാഷണം പ്രയോജനകരമാണെന്ന് തോന്നുന്നല്ലോ അല്ലേ? അതെ 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 തോന്നുന്നു. അതുമല്ല സാറൊക്കെ എന്റെ പേര് തന്നെ വിളിക്കണം. പിന്നെ ഇപ്പം സാബു സാറായാലും അതുപോലെ തന്നെ സാബു സാർ പ്രായത്തിൽ എന്നെക്കാൾ ഒരുപാട് ഇളയതാണ് എങ്കിലും പിന്നെ ഇപ്പൊ ഉലഹനൻ സാറും മറ്റേ ഒരു അഡ്വക്കേറ്റ് സാറുണ്ടല്ലോ, സാറിന്റെ പെട്ടെന്ന് ഞാൻ പേര് പറഞ്ഞു, ജോൺ സാറാണോ? ഇവരൊക്കെ എന്തായാലും പിന്നെ പേര് തന്നെ വിളിക്കണം എനിക്ക്. കാരണം എന്ന് വെച്ചാല് പിന്നെ ബാക്കി എല്ലാവരും പ്രായത്തിൻ്റെതും കുറെ പേര് ഇളയതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സാർക്ക് വളരെ മൂത്തതാണ്. അതുപോലെ പ്രായം മാത്രമല്ല അറിവിന്റെ കാര്യത്തിൽ അങ്ങേയറ്റമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പേര് വിളിക്കുന്നത് തന്നെയാണ് എനിക്ക് സന്തോഷം. മാം അതെന്നാന്നറിയോ, ഈ മാമിൽ ഇരിക്കുന്ന ഈശ്വരനെയാണ് ഞങ്ങൾ വിളിക്കുന്നത്, മാമിനെ അല്ല വിളിക്കുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോഴേ ഇപ്പൊ പിന്നെ സാറായാലും അതെ, സാർ എന്നെക്കാൾ ഒരുപാട് ഇളയതാണല്ലോ. പക്ഷെ എന്നാലും സാർ എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്കൊന്നും അയ്യോ അതിന്റെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ തോന്നാറുണ്ട് അറിവിന്റെ കാര്യം വെച്ചിട്ട്. ഓക്കെ സാർ. പബ്ലിക് പ്ലാറ്റ്ഫോമില് പേര് വിളിച്ചാൽ വേറെ ഉള്ള ആൾക്കാർക്ക് അരോചകമായിട്ട് തോന്നും. അതാണ് കുഴപ്പം. ഇതാരാ പിന്നെ പേഴ്സണലായിട്ട് ഇവരെ അറിയാമോ, അങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി. എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് പ്രത്യേകം രീതിയിലല്ലേ അഭിസംബോധന ചെയ്യേണ്ടത്. പേഴ്സണലായിട്ടാകുമ്പോൾ എങ്ങനെയും വിളിക്കാം, കുഴപ്പമില്ല. പക്ഷെ അത്രയും മാഡത്തിന്റെ അത്രയും ഉയർന്ന രീതിയിൽ ചിന്തിച്ച എന്നെ എങ്ങനെ വിളിച്ച, ഞാൻ പറയാറുണ്ട്, എന്നെ എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, ഇടയെന്ന് വേണമെങ്കിലും വിളിക്കാം, പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തുറന്ന് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതിന് ശേഷം പിന്നെ വിളിച്ചാൽ പ്രശ്നമില്ല. എന്നാൽ പോലും വിളിക്കാതിരിക്കുകയായിരിക്കും കൂടുതൽ മെച്ചം. കാരണം വിളിക്കുന്ന ആളിന് ഒരു പ്രത്യേക മനസാക്ഷി കുത്തുണ്ടാകും. ആവശ്യമില്ലാതെ അവരെ അങ്ങനെ വിളിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നൊരു തോന്നൽ. എല്ലാവരെയും ഒരുപോലെ വിളിക്കാൻ പറ്റും. നമ്മൾ മാം എന്നോ അല്ലെങ്കിൽ സാറെന്നോ ചേർത്ത് വിളിക്കുമ്പോൾ എല്ലാവരെയും നമുക്ക് ഒരുപോലെ വിളിക്കും. ഒരു ഡിസ്കഷന്റെ ആവശ്യമില്ല. അപ്പൊ വിളിക്കാനും പറയാനുള്ളത്. ദിനേശൻ സാർ എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ, ഞാൻ ആദ്യമായിട്ടാണ് ലിങ്ക്സിന്റെ സാബു സാറിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറുന്നത്. ജ്യോതികുമാർ സാർ മുഖേന എനിക്കൊരു ലിങ്ക് കിട്ടതാണ് ഇന്ന്. ഓക്കെ സാർ. അപ്പൊ ഞാനിപ്പോ കുറച്ച് വൈകി കയറുമ്പോ കുറച്ച് കാര്യങ്ങള് സുജിത് സാർ പറഞ്ഞതും സാബു സാർ പറഞ്ഞതും സാറിന്റെ നമ്പർ ഒന്ന് തന്നേക്കോ, ഞാൻ നേരത്തെ സാറിന് ലിങ്ക് ഇട്ട് തരാം. സാറിന്റെ എനിക്ക് വേണം സാർ. അപ്പൊ സാർ ഈ ക്ലബ് ഹൗസ് എന്താണ്? ഞാനിപ്പം അനിത മാഡം സാറേ, ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ മീഡിയ ആണ്. നമുക്ക് വോയിസ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന അവിടെ കാഴ്ചയില്ല, നമുക്ക് വോയിസ് മാത്രമേ ഉള്ളൂ. ഇന്ന് പബ്ലിക് പുറത്ത് നിന്ന് ഒരാൾ മൈക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ റേഡിയോ പോലെ, റേഡിയോയുടെ കോൺസെപ്റ്റ്. ഞാനിപ്പോ ക്ലബ് ഹൗസിന്റെ രീതിയിലാണ് സംസാരിക്കുന്നല്ലേ സാറേ? കേൾവി മാത്രമേ ഉള്ളൂ. ആളുകളുടെ ID, പടങ്ങള്, പിക്ചറൊക്കെ കാണാൻ സാധിക്കും. ഇതൊരു ആപ്ലിക്കേഷൻ ആണ്. സാറ് മൊബൈലിന്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മള് ക്ലബ് ഹൗസ് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് ഡൗൺലോഡ് ചെയ്യുക. അന്നേരം സാർ അതിന്റെ യൂസർ നെയിം അതൊക്കെ ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് സാർ അതിനകത്ത് കയറുക. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്നാ സംഭവിക്കുന്നത്. പിന്നെ കുറച്ച് പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല, അത് പിന്നെ പതുക്കെ മനസ്സിലായിക്കോളും. അതിനകത്ത് എങ്ങനെ അല്ല, ക്ലബ് ഹൗസിനെ സാർ ആദ്യം രജിസ്റ്റർ ചെയ്യണം. സാറിന്റെ മൊബൈൽ ഫോണില് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ക്ലബ് ഹൗസ് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മളിപ്പോൾ വാട്സപ്പ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ, അതേ രീതി തന്നെ അത് ചെയ്യുക. അപ്പോൾ ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒത്തിരി ആളുകൾ പല ക്ലബ്ബുകൾ ഉപയോഗിച്ച് പല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു.
അപ്പൊ ഞങ്ങൾ ആധ്യാത്മികത പറയും, കുറച്ച് സയൻസ് പറയും, കുറച്ച് സൈക്കോളജി പറയും. അപ്പൊ ഓരോരുത്തരും ഒരു ഗ്രൂപ്പാണ് ഒരു ക്ലബ് എന്ന് പറയും. യെസ്. ഇപ്പൊ നമ്മളിപ്പോ ഈ സൂമിൽ ഇരിക്കുന്ന പോലെ തന്നെ അവിടെ ഒരു ക്ലബ് എന്ന് പറയും, അത്രേ ഉള്ളൂ. ഇവിടെ സൂം എന്ന് പറയാം, അവിടെ ക്ലബ് എന്ന് പറയും, അത്രേ ഉള്ളൂ. ഞാൻ ഡൗൺലോഡ് ചെയ്തത്. നമ്പർ എന്ന് പറയുന്നത് 9744 581 731 ദിനേശൻ. സാർ എവിടെയാ സ്ഥലം? ഞാൻ കണ്ണൂരാണ്, തളിപ്പറമ്പ്. സാർ എന്ത് ചെയ്യുന്നു? ഞാനൊരു റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് സാർ, വില്ലേജ് ഓഫീസറാണ് ഞാൻ. വെരി ഗുഡ്. വില്ലേജ് പറ്റുന്ന കുറെ പരിപാടികൾ എല്ലാ ബുധനാഴ്ച പടിയൂര്. ഓക്കെ സാർ, പരിചയപ്പെട്ട സന്തോഷം. വില്ലേജ് ഓഫീസർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറെ പ്രോഗ്രാംസ് ഞങ്ങള് ബുധനാഴ്ച ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. സാർ ഞാൻ അതിന്റെ ലിങ്ക് ഇട്ട് തരാം, അതിന്റെ വീഡിയോ ലിങ്ക് ഇട്ട് തരാം. വില്ലേജ് ഓഫീസർ, അതുപോലെ ADM, ഡെപ്യൂട്ടി കളക്ടർ, ഇങ്ങനെ അവര് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ബുധനാഴ്ച ദിവസം അങ്ങനെയുള്ള ക്ലാസ്സുകൾ തന്നെ എടുക്കും. ഷെയർ ചെയ്യാം, സാറിന് ക്ലാസ് കൊടുക്കാം. തീർച്ചയായിട്ടും അവസരം. സാബു സാറിന്റെ ക്ലാസ്സുകൾ ഞാൻ നമ്മളെ ടോട്സിന്റെ വെബിനാറിൽ ഞാൻ സാറിന്റെ ഒരു 3-4 ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സാർ ടോട്സിൽ ഇപ്പൊ ക്ലാസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ട്രെയിനിങ് വല്ലതും ചെയ്തു? ഞാനിപ്പോ ടോട്സിൽ 19th ബാച്ചിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഹലോ സർ. പ്രഭാകരൻ സർ. പ്രഭാകരൻ സാർ അല്ല സാർ, ദിനേശൻ സാർ. ദിനേശൻ ഇപ്പൊ തളിപ്പറമ്പിലെന്ന് പറഞ്ഞത്? അതെ, തളിപ്പറമ്പ്. അതെ മാഡം. എനിക്ക് തളിപ്പറമ്പ് പോയിട്ട് ബന്ധമുണ്ട് കേട്ടാ. എന്റെ മരുമകൻ തളിപ്പറമ്പാണ്. മാഡം എവിടെയാണ്? സ്ഥലം എവിടെയാ? എന്റെ വീട് ഇവിടെ ട്രിവാൻഡ്രത്താണ്. ഞങ്ങളുടെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് കളം അമ്പലത്തിലെ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ അല്ലേ? അതിന്റെ പടിഞ്ഞാറേ നടയുണ്ടല്ലോ, പടിഞ്ഞാറേ ക്ഷേത്രക്കുളത്തിന്റെ അതിന്റെ അടുത്ത്. മാഡം വന്നിട്ടുണ്ടാവും അവിടെ അല്ലേ? കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞാൻ തളിപ്പറമ്പ് പ്രോപ്പർ അല്ല, എനിക്കവിടുന്ന് കുറച്ചുകൂടി പോകണം. തളിപ്പറമ്പ് തന്നെ അവരുടെ പ്രദേശം. അതെ, താലൂക്ക് ഓഫീസൊക്കെ തളിപ്പറമ്പാണ്, അതുകൊണ്ടാണ് തളിപ്പറമ്പ് എന്ന് പറയുന്നത്. എനിക്ക് അവിടുന്ന് ഒരു 15 കിലോമീറ്റർ കൂടി പോകണം. അല്ല, അവിടുന്ന് വീണ്ടും എനിക്ക് പോകണം ഒരു 15 കിലോമീറ്റർ. കുറച്ച് റിമോട്ട് ഏരിയ ആണ് കുറച്ച്. എന്റെ സ്ഥലത്തിന്റെ ചുഴലി എന്ന് പറയും. ചുഴലി. ചുഴലി. ശരി, ഞാൻ തളിപ്പറമ്പ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ല, തളിപ്പറമ്പാണ് എന്റെ നമ്മുടെ പ്രവർത്തന മേഖലയും നമ്മുടെ അവിടെയാണ്, അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ സാർ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. നാളത്തെ ദിവസം നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഡോക്ടർ ബേബി സാറാണ്. ബേബി സാർ ഉണ്ടായിരുന്നു ഇന്ന്. നാളെ പേരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ്. പക്ഷെ സാർ അതിന് പേരിട്ടിരിക്കുന്നത് സ്പിരിച്വൽ അക്കൗണ്ടിംഗ് എന്നാണ്. ഫിനാൻഷ്യൽ സ്പിരിച്വൽ തലത്തിലൂടെ പേരന്റിങ്ങിനെ കണക്ട് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. നാളെ നമുക്ക് കേൾക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നാളെ കാണാം.